ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയരായ മാത്തുക്കുട്ടി അച്ഛൻ, എൽദോ ഇലിയാസ് അച്ഛൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഗ്രിഗോറിയൻ ടിവിയിലൂടെ വീക്ഷിക്കുന്ന ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ആദ്യം തന്നെ പരിശുദ്ധന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തിരുവചനത്തെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ലഭിച്ച ദൈവകൃപയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട എൽദോ അച്ഛനോടുള്ള ആദരവുകളും ആദ്യമേ അറിയിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിതരെ ആമുഖമായി ബഹുമാനപ്പെട്ട അച്ഛനെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ പുനരുത്ഥാന പെരുന്നാളിൻ്റെ പ്രാധാന്യം, പ്രത്യേകത എന്ത് എന്നുള്ള വലിയ ബോധ്യം, ആ തുറമുഖത്തേക്ക് അടുക്കുന്ന വിശ്വാസ സമൂഹം എന്ന നിലയിൽ തീർച്ചയായിട്ടും നാം പാലിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ട ഓരോ മൂല്യങ്ങളാണ് ഈ 50 ദിന ദൈർഘ്യമുള്ള നമ്മുടെ നോമ്പാചരണം കൊണ്ട് നമ്മെ ശീലിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നോമ്പിൻ്റെ അവസാനത്തിലേക്ക് നാം എത്തുമ്പോൾ എന്താണ് നമ്മെ പഠിപ്പിച്ചത്, എന്താണ് നമ്മെ ശീലിപ്പിച്ചത് എന്നൊക്കെ ഒന്ന് സ്പർശിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പ് കാലയളവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. 1990, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 14-ാം തീയതി ഭൂമിയിൽ നിന്ന് ഉയർന്ന ഒരു പേടകം, ബഹിരാകാശ പേടകം വോയേജർ 1, നാസ അയച്ച പേടകം ഒരു ചിത്രമെടുത്തു. സൗരയുധത്തിന്റെ ഒരു കോണിൽ നിന്ന് അവരെടുത്ത ചിത്രത്തിൽ സൂര്യരശ്മികളുടെ ഇടയിൽ ഒരു ചെറിയ നീലപ്പൊട്ടിനെ അവർ കണ്ടു. ആ നീലപ്പൊട്ടിനെ കാലാന്തരത്തിൽ വളരെ ചർച്ചകൾ ചെയ്യപ്പെട്ട ഒരു ചെറിയ പൊട്ടാണ്. ആ പൊട്ടിനെ, അല്ലെങ്കിൽ ആ ചിത്രത്തിലെ ആ ചെറിയ ഡോട്ടിനെ, ആ പൊട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ചിത്രത്തെ ഓർത്ത് പിന്നീട് എഡ്വേർഡ് കാൾ സാഗൻ എന്ന് പറയുന്ന വ്യക്തി പുസ്തകം എഴുതുകയൊക്കെ ചെയ്തു. അയാൾ ഓർമ്മിപ്പിക്കുന്ന, തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് പരിശുദ്ധന്മാരും പാപികളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും യുദ്ധം ചെയ്യുകയും പടവെട്ടുകയും അധ്വാനിക്കുകയും ജീവിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്ത ആ ഒരു ഗ്രഹം, സൂര്യനിൽ നിന്ന് അനേക കിലോമീറ്റർ അകലെയുള്ള ഭൂമിയെ പറ്റിയുള്ള ആ ചിത്രത്തിൽ സൗരയൂഥത്തിന്റെ ഒരു കോണിൽ നോക്കുമ്പോൾ ഒരു പൊട്ടു മാത്രം. ആ ചിത്രം പലപ്പോഴും മനുഷ്യന്റെ നൈമിഷികതയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ, പ്രപഞ്ചത്തിന്റെ, പ്രത്യേകിച്ച് ഭൂമിയുടെ നൈമിഷികതയെ പറ്റിയാണ് ആ എഴുത്തും ആ എഴുത്തുകാരനും ആ ചിത്രവും ഒക്കെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം പലപ്പോഴും വിസ്മരിച്ചു പോകുന്നതും ഈ നൈമിഷികതയെ പറ്റിയുള്ള ചില സന്ദർഭങ്ങളാണ്. അതുകൊണ്ടാണ് ഈ നോമ്പിലെ ഗീതങ്ങൾ നമുക്ക് ചില അർത്ഥങ്ങളെ പകർന്നു നൽകുന്നു എന്ന് കാണാതിരിക്കാൻ തരമില്ല. നമ്മൾ സാധാരണ ഗീതങ്ങൾ, നോമ്പിലെ ആരാധന ഗീതങ്ങൾ ചൊല്ലാറുണ്ടല്ലോ. ഇപ്പോൾ തന്നെ 3-ാം മണി നമസ്കാരം നടത്തി. അതിൽ നിന്ന് ഗീതങ്ങൾ വളരെ വേഗത്തിൽ ചൊല്ലിയിട്ട് നമ്മളൊരു ബ്രേക്ക് എടുത്തു. അതുവരെ പാടിയ രീതിയിലും ഈണത്തിലുമല്ല, വേഗത്തിലൊരു ബ്രേക്ക് എടുത്ത് ഒരു ചവിട്ടി നിർത്തി നമ്മൾ അല്പം കൂടി ശ്രദ്ധാപൂർവമാണ് ഇനിയുള്ള ഗീതം പാടുന്നത്. ഈ ബോബൂസോകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യന്റെ നൈമിഷികതയെ പറ്റികളാണ്. മനുഷ്യന്റെ നൈമിഷികതകൾ, അവന്റെ അധ്വാനങ്ങളൊക്കെ വെറുതെ ആയി പോകും. ദൈവത്തെ മുറുകെ പിടിക്കുന്നവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ദൈവമേ രക്ഷിക്കണമേ, ഈ ഒരു ആഹ്വാനമാണ് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ ബോബൂസകളിൽ കാണാൻ തക്കവണ്ണം സാധ്യമാകുന്നത്. പ്രിയമുള്ളവരെ, ഈ ബോബൂസകൾ നിങ്ങൾ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു പഠന വിഷയമാക്കേണ്ടതായിട്ടുണ്ട്. പിതാക്കന്മാർ വെറുതെയല്ല ഈ ഈണത്തിൽ അതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്, ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഓട്ടപ്രദക്ഷിണങ്ങൾക്കിടയിൽ ഒന്ന് നിർത്തി. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വാഹന ഓട്ടങ്ങളുടെ ഇടയിൽ, നമ്മുടെ സാധാരണ റോഡിലെ അല്ല, വാഹന ഓട്ട മത്സരങ്ങൾക്കിടയിൽ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. വേഗത്തിൽ ഓടുന്ന വാഹനം പെട്ടെന്ന് ഒന്ന് നിർത്തി അതിന്റെ ചക്രങ്ങൾ, അതിന്റെ ടയറുകളൊക്കെ ഒന്ന് മാറ്റി ആവശ്യമുള്ള അറ്റകുറ്റപ്പണി നടത്തിപ്പോകുന്ന ഒരു രീതിയാണ് പിറ്റ് സ്റ്റോപ്പ് എന്ന പദം കൊണ്ട്, രീതി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെയും ജീവിതത്തിന്റെ ഓട്ടങ്ങൾക്കിടയിൽ ഈ 50 ദിവസങ്ങളിലെ ജീവിത സാഹചര്യം നമ്മെ ഒന്ന് നിർത്തി മനുഷ്യന്റെ നൈമിഷികതയെ പറ്റി ഒന്ന് ചിന്തിക്കുവാനും, അതിനപ്പുറമായി എവിടെയൊക്കെ തിരുത്തലുകൾ, ചില വേർ ആൻഡ് ടിയറുകളൊക്കെ തിരുത്തി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ബോധങ്ങളിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്.
അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ബോവൂസാകളിൽ കൂടി ഒരു സഞ്ചാരം നടത്തി നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ സോപ്പ് കഥകൾക്കിടയിലെ ഒരു ഏട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മിപ്പിക്കാം. വിശന്ന് വലഞ്ഞ ഒരു നായ ഏറെ ദൂരം സഞ്ചരിച്ചു. അന്നത്തേക്ക് ആഹാരത്തിനൊന്നും കിട്ടിയില്ല. ഒടുവിൽ അതിന്റെ ദൈന്യത കണ്ട് ഒരു ഇറച്ചിക്കടക്കാരൻ ഒരു തുണ്ട് ഇറച്ചി അതിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ഈ നായ ആ ഇറച്ചിയും കടിച്ചു പിടിച്ചുകൊണ്ട് യാത്രയായി. അതിന് സുരക്ഷിതമായ ഒരു ഇടത്ത് ചെന്നിരുന്ന് അത് ഭക്ഷിക്കാമെന്നുള്ള രീതിയിൽ ഈ നായ സഞ്ചരിക്കുകയാണ്. മുൻപോട്ട് സഞ്ചരിച്ച് ഒരു ജലത്തിന്റെ അടുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നായ ആ ജലത്തിനുള്ളിൽ മറ്റൊരു നായയും അതിന്റെ വായിൽ പിടിച്ചിരിക്കുന്ന ഒരു തുണ്ട് ഇറച്ചിയെയും കൂടെ കണ്ടു. ഈ നായയുടെ മനസ്സിൽ ഒരു ആഗ്രഹം പേറി, എന്റെ വായിലിരിക്കുന്നത് എപ്പോ വേണമെങ്കിലും കഴിക്കാമല്ലോ, അതെനിക്ക് ലഭിച്ചതാണ്, എപ്പോ വേണമെങ്കിലും അത് കഴിക്കാം. ആ നായയുടെ വായിലിരിക്കുന്നത് കൂടി എനിക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനായിട്ട് സാധ്യമാകുമ്പോൾ എനിക്ക് ഇരട്ടി ലാഭമാണ്. അങ്ങനെ ഈ നായ തന്റെ നിഴല്, ജലത്തിൽ കണ്ട തന്റെ നിഴല് നോക്കി ഒറ്റച്ചാട്ടം കുതിച്ചു ചാടി വായെടുത്ത് കുരച്ച് ആ നായയുടെ വായിൽ നിന്നുള്ള ഇറച്ചി കഷ്ണത്തിന് വേണ്ടി ചാടുമ്പോൾ തന്റെ വായിൽ നിന്ന് ആ ഇറച്ചി കഷ്ണം താഴെ വീഴുകയും ഇതെല്ലാം കണ്ട് ആ പരിതസ്ഥിതിയിൽ ഉണ്ടായിരുന്ന ഒരു പരുന്ത് തന്റെ വായിൽ നിന്ന് വീണ ആ ഇറച്ചി കഷ്ണം കൊത്തിയെടുത്തുകൊണ്ട് പറന്നുപോയി എന്നാണ് ഈ സോപ്പ് കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നായ്ക്ക് അപ്പോഴാണ് തന്റെ വിശപ്പിന്റെ ആഴം മനസ്സിലായത്. ആ കടക്കാരൻ കൊടുത്തപ്പോൾ ഉടനെ കഴിച്ചില്ല. കാരണം ഇത് കാത്തുവെച്ച് കഴിക്കാമെന്നുള്ള ചില ബോധ്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില സന്തോഷങ്ങളൊക്കെ, അല്ലെങ്കിൽ സന്തോഷങ്ങളുടെ വില മനസ്സിലാകുന്നത് അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണല്ലോ. ഈ നഷ്ടബോധം എന്നുള്ള ചില ബോധ്യങ്ങളിലേക്ക് നാം ചെല്ലുന്നത് ചില സാഹചര്യങ്ങൾ, ചില അവസരങ്ങൾ, ചില ബന്ധങ്ങൾ, ചില വ്യക്തികൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുറിഞ്ഞു പോകുമ്പോഴാണ്. ഇങ്ങനെ മുറിഞ്ഞു പോകുമ്പോഴാണ് ഈ വില കണ്ടെത്തപ്പെടുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ലഭിച്ച സുഹൃതങ്ങളെ കൈമോശം വരാതെ, നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ ഓർമ്മിപ്പിച്ചു നോമ്പിന്റെ ജീവിത സാഹചര്യം. നമ്മുടെ സാധാരണ ജീവിതഗതിയിൽ പല തെറ്റുകുറ്റങ്ങളും ഉണ്ടാകും. ചില വെയർ ആൻഡ് ടയറുകളൊക്കെ വാഹനങ്ങൾക്ക് സംഭവിക്കുന്നത് പോലെ ചില തേയ്മാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. പക്ഷെ അവയെ തിരുത്തി മുൻപോട്ട് പോവുക എന്നുള്ള ഒരു വലിയ ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനാണ് ഈ നോമ്പ് നമ്മെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരുമിച്ച് ധ്യാനിച്ചിരിക്കുവാനൊക്കെ ആയിട്ട് ഇടയാക്കുന്നത്. ആമുഖ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട എൽദോ അച്ഛൻ ഓർമ്മിപ്പിച്ചു, ദേവാലയ മധ്യത്തിൽ ഗോകുൽത്ത നൊർത്തോ നാട്ടുന്നതിന്റെ സാങ്കത്യമൊക്കെ പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ സാന്നിധ്യമായി അവിടെ കാണുകയാണ്. ആദിമസഭയിൽ എപ്പിസ്കോപ്പായിരുന്ന് വിശ്വാസികളെ വിശ്വാസം പഠിപ്പിക്കുന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നൊർത്തോ ചുമല വേഷത്തിൽ നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അവന്റെ പാദാന്തികെ ഇരിക്കുക എന്നുള്ള ഒരു വലിയ ബോധം, എനിക്കെവിടെയാണ് തിരുത്തലുകൾ വേണ്ടത് എന്നുള്ള ഒരു ബോധം, അത് കണ്ടെത്തുവാനൊക്കെയായിട്ട് ഈ നാളുകൾ, ശേഷിക്കുന്ന നോമ്പിന്റെ നാളുകൾ നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് ലീഹായുടെ ഒരു ആശങ്ക വളരെ കുറിവേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മിപ്പിച്ച് എൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. പൗലോസ് ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലാണ് തന്റെ ആശങ്ക പങ്കുവെക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. പൗലോസ് ലീഹയുടെ ഒരു വലിയ ആശങ്ക, ഗലാത്യ സഭയിലെ ജനം തന്നെ വിട്ട്, സുവിശേഷത്തെ വിട്ട് അകന്നു പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ എല്ലാ രീതികളും പൗലോസ് ലീഹ ആദ്യം മുതൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വാചകം നമ്മുടെ ആരാധനാ ഗീതത്തിലെ ഒരു ഭാഗം തന്നെയാണ്. പൗലോസ് ലീഹ എന്ന് നമ്മൾ സാധാരണ ശ്ലീഹ വായന സമയത്തെ ഗീതത്തിൽ പൗലോസ് ലീഹ ധന്യൻ ചൊൽക്കേട്ടേൻ ഈ ദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ താനേൽക്കും സഭയിൻ ശാപം. സഭയുടെ ശാപം അവനേൽക്കും. ഞങ്ങൾ അറിയിച്ചതിന് വിരുദ്ധമായും ഘടകവിരുദ്ധമായും എതിരായിട്ടും ആരെങ്കിലും സുവിശേഷം അറിയിച്ച് നിങ്ങളെ മറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ ശാപം അവരേൽക്കുമെന്നാണ് പൗലോസ് ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇതുതന്നെയാണ് സഭയുടെ ഓരോ ആരാധനയുടെ ഓരോ വായനകളിലും ദിവസങ്ങളിലും നമ്മയോട് സഭ ഓർമ്മിപ്പിക്കുന്നതും. സുവിശേഷത്തെ മറിച്ചിടുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അവർക്ക് സഭയുടെ സങ്കടമുണ്ടാകും, ശാപമുണ്ടാകും.
എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? ദൈവത്തെ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാനായിട്ടുള്ള ശരിയായ പാത. ഇത് തന്നെയാണല്ലോ സുവിശേഷം. അവനെ അനുധാവനം ചെയ്ത ശ്ലീഹന്മാരും അവരുടെ പിന്നാലെ വന്ന അവന്റെ പിന്തുടർക്കാരും ഒക്കെ പിന്നീട് കാലതാമസം കൊണ്ട് എഴുതി വെച്ച കാര്യങ്ങളെയാണ് സുവിശേഷം എന്ന് നമ്മൾ വിളിച്ച് വായിക്കുന്നത്. സുവിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാനായിട്ടുള്ള യഥാർത്ഥ പാത എന്ന് നമുക്ക് ചുരുക്കി പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാനായിട്ടുള്ള യഥാർത്ഥ പാത എന്നുള്ള ഒരു ബോധ്യമാണ് സുവിശേഷത്തെ. ആ സുവിശേഷത്തെയാണ് പലരും ചേർന്ന് കലക്കിക്കളയുവാൻ തക്കവണ്ണം ഗലാത്യ സഭയിൽ ഇടയാകുന്നത്. അത് രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് ജ്ഞാനവാദം, നോസ്റ്റിസിസം എന്ന് പറയുന്ന ഒരു കൂട്ടർ, തത്വചിന്തകളുടെ വേറെ ദിശയിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യാനികൾക്കും ക്രിസ്തീയ മതവിശ്വാസികൾക്കും എതിരായി സംസാരിക്കുന്ന ഒരു കൂട്ടർ ജ്ഞാനവാദികൾ. രണ്ടാമത് യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ. അവർ രണ്ട് വള്ളത്തിലും കാലുവെച്ച് ജീവിക്കുകയാണ്. അവർ ന്യായപ്രമാണത്തിലും ക്രിസ്തുവിന്റെ ജീവിതത്തിലും ചേർത്ത് വെച്ച് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് മോശയുടെ ന്യായപ്രമാണത്തിനാണ്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് യഹൂദന്മാർ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ അവനോട് സംസാരിച്ച് സംവേദിച്ചതുപോലെ അതിലാണ് ഊറ്റം കൊണ്ട് നിൽക്കുന്നത്. പലപ്പോഴും നമുക്ക് ചില ഊറ്റം കൊള്ളൽ ഉണ്ടാകാറുണ്ടല്ലോ. ഞങ്ങൾ മാർത്തോമാ ശ്ലീഹ നേരിട്ട് വന്ന് സ്നാനപ്പെടുത്തിയ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നൊക്കെ ഉള്ള പരാമർശം പോലെ ഇവിടെയും അതുപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് അബ്രഹാം എന്നുള്ള ഒരു പിതാവുണ്ട്, ഞങ്ങൾക്ക് മോശ എന്നുള്ള ഒരു ന്യായപ്രമാണദായകനുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ഇസ്രായേൽ യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഇവരാണ് സുവിശേഷത്തെ കലക്കിക്കളയുന്ന, മറിച്ചു കളയുന്ന ചില ആളുകളെന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. അവിടെ പൗലോസിന്റെ ഒരു വലിയ സങ്കടമാണ് ഇവിടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മിപ്പിക്കുന്നത്. ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പൊതുവായി ഒന്ന് വായിച്ചു കൊള്ളട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദൈവത്തെയും ദൈവം നിങ്ങളെയും അറിഞ്ഞിരിക്കെ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് അടിമപ്പെടുവാൻ നിങ്ങൾ തുനിയുന്നത് എങ്ങനെ, ഇച്ഛിക്കുന്നത് എങ്ങനെ? പൗലോസ് ശ്ലീഹായുടെ ഒരു വലിയ സങ്കടം. നിങ്ങൾ എല്ലാം പഠിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരുങ്ങി നിങ്ങളെ വിട്ടിട്ടും തിരിച്ച് ഭേഷായി തോറ്റിട്ട് വരുന്നവരെയോടുള്ള സങ്കടം പോലെയാണ് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. സാധാരണ നമ്മൾ കളി മറന്നു പോവുക എന്നുള്ള രീതികളുണ്ട്. എല്ലാം കളി അഭ്യസിച്ച് പ്രാക്ടീസൊക്കെ നടത്തി കോർട്ടിലേക്ക് വരുമ്പോൾ അല്ല മത്സരക്കളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ മത്സരിക്കണം എന്നുള്ളതെല്ലാം മറന്ന് തോറ്റിട്ട് വരുന്നത് പോലെയാണ് ഗലാത്യ സഭയുടെ അവസ്ഥ. അവിടെയാണ് പൗലോസ് ശ്ലീഹായുടെ ഈ സങ്കടം. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുകയും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ തോൽക്കാനായിട്ടുള്ള കാരണം എന്താ? അതൊരു വലിയ സങ്കടമായിട്ട് പൗലോസ് ശ്ലീഹായുടെ മനസ്സിൽ അവശേഷിക്കുമ്പോൾ അത് നമ്മെപ്പറ്റി സഭയുടെ സങ്കടം കൂടിയാണ്. അതുകൊണ്ടാണ് തുടർന്നുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. 10-ാം വാക്യം, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും വർഷങ്ങളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി പോയി എന്ന് ഞാൻ ഭയക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി പോയി. നമ്മുടെ സാധാരണ അധ്യാപകർ പറയത്തില്ലേ, നിങ്ങളെ വെറുതെ ഞാൻ പഠിപ്പിച്ചതാ, ഇത്രയും ഒരു വർഷം നിങ്ങളെ വെറുതെ പഠിപ്പിച്ചതാ. എന്തുവാ പഠിപ്പിച്ചതെന്ന് തന്നെ നമുക്കറിയത്തില്ല. എല്ലാം പഠിച്ചിട്ട് അവസാന വർഷാന്ത്യ പരീക്ഷയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടുവാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ അധ്യാപകർക്ക് ഉണ്ടാകുന്ന വിഷമം പോലെ ഇവിടെ ഇതാ ഒരു ഗുരു, ഒരു അധ്യാപകൻ, ഒരു നേതാവ്, ഒരു ആത്മീയ പിതാവ് തൻ്റെ വിഷമം തൻ്റെ സഭയോട് പങ്കുവെക്കുന്നു. സഭ നമ്മോട് പങ്കുവെക്കുന്നതും ഈ സങ്കടം തന്നെയാണ്. ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ ഉരുവാക്കിയിട്ടും എന്തേ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു? അങ്ങനെയെങ്കിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒന്ന് ഇരുന്ന് ചിന്തിക്കുവാനായിട്ട്, ഈ ദിനത്തിൽ ഈ കുരിശിന്റെ പാദാന്തികയെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ. ഞാൻ ഓർമ്മിപ്പിച്ചു, ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വേദന നമ്മൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് എന്ന് കൂടി തിരിച്ചറിയുമ്പോഴല്ലേ അതിനെ തിരിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ തിരിച്ചു കയറുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള ഓർമ്മ കൂടി നമ്മെ ഭരിക്കുന്നത്. അങ്ങനെ ജീവിക്കുവാൻ തക്കവണ്ണം ഈ വായനകൾ മുഖാന്തരമാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. 4 ജീവിതങ്ങൾ, 4 തരത്തിലുള്ള ജീവിതങ്ങൾ അക്കമിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ശുശ്രൂഷയെ പൂർത്തീകരിക്കാം. 4 തരത്തിലുള്ള ആളുകൾ
അവർ അവരുടെ ജീവിത പരിസരങ്ങളിൽ നൽകുന്ന ചില ഇടപെടലുകളെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ പൂർത്തീകരിക്കാം. ഒന്നാമതായിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിലുള്ള ചില കാഴ്ചകളാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം നമുക്കറിയാവുന്ന ഭാഗമാണ്. ലോത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുന്ന സാഹചര്യമാണ്. നമ്മൾ അബ്രഹാമിന്റെ അടുക്കിലേക്ക് ദൈവം കടന്നു വരുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഭവന ശുദ്ധീകരണ ശുശ്രൂഷയിൽ ഒരു ഗാനവും അത് തന്നെയാണ്. വാഴ്വേറ്റ അബ്രഹാം താതൻ തൻ ഭവനെ 3 പുമാന്മാരാൽ. ഗീതം നമുക്കറിയാം, ശുശ്രൂഷയിൽ നാം പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, അബ്രഹാമിന്റെ ഭവനം വാഴ്വേറ്റതുപോലെ ഇന്ന് ശുദ്ധീകരിക്കപ്പെടുന്ന ഈ ഭവനവും വാഴ്വേൽക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അതുപോലെ തമ്പുരാനെ തൃക്കൺ പാർത്ത് തൃക്കൈ നീട്ടി ഈ ശുദ്ധീകരിക്കപ്പെടുന്ന ഭവനത്തെയും നീ ശുദ്ധീകരിക്കണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. എന്നാൽ എങ്ങനെയാണ് അബ്രഹാമിന്റെ ഭവനവും അതുപോലെ തൊട്ടടുത്ത ലോത്തിന്റെ ഭവനവുമായി തീർന്നത് എന്നുള്ളത് നോക്കുന്നത് വളരെ രസകരമായിരിക്കും. അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് എത്ര പേര് വന്നു? എത്ര പേരാ? 3 പേര് വന്നു. 3 പുമാന്മാരാൽ, 3 പുരുഷന്മാരാൽ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഈ 3 പേരും അബ്രഹാമിന്റെ ഭവനത്തിൽ വന്നു. അബ്രഹാം അവരെ വേണ്ടവണ്ണം ട്രീറ്റ് ചെയ്തു. ഏത് സമയത്താ വന്നോന്നറിയാവോ? നേരം വെളുത്ത സമയത്ത്, ഉഷസ് ഉദിക്കാറായപ്പോൾ, സൂര്യൻ വെളുക്കുന്ന സമയത്ത്, രാവിലെ എന്ന് നമുക്കതിനെ ചുരുക്കി പറയാം. രാവിലെ 9 മണി അല്ലെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ആര് വരും? 3 പുരുഷന്മാർ അബ്രഹാമിന്റെ അടുക്കിലേക്ക് വരുന്നു. അബ്രഹാം ഓടി വന്നിട്ട് അവരെ സ്വീകരിക്കുന്നതാണ്. ഒന്ന്, നിലത്ത് വരെ കുനിഞ്ഞ് അവരെ വണങ്ങി അവരുടെ കാലുകൾക്ക് വെള്ളം നൽകി സാഷ്ടാംഗം പ്രണാമം നടത്തി അവരെ സ്വീകരിക്കുന്നു. ഇനി അവർക്ക് മേൽത്തരമായ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തു. 19-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ ലോത്തും ഇതൊക്കെ കൊടുത്തു. കാരണം ഈ ദൂതന്മാർ ആരെ സന്ദർശിച്ചു? ലോത്തിന്റെ ഭവനത്തിലും സന്ദർശനം നടത്തി. ലോത്തും അവരെ നിലത്ത് വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. അവർക്ക് ജലം നൽകി കാല് കഴുകുവാനായിട്ടുള്ള ആതിഥേയത്വ മര്യാദകളൊക്കെ നിർവഹിച്ചു. അതിനുശേഷം അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും കൊടുത്തു. ഇനിയും അബ്രഹാമിനേക്കാൾ ഒരുപടി മുകളിലാണ് ലോത്ത് നിൽക്കുന്നത്. കാരണം അബ്രഹാം എവിടെയാ സ്വീകരിച്ചിരുത്തിയത്? വീട്ടിനകത്താണോ? അല്ല, കൂടാരത്തിന്റെ വെളിയിൽ, അതായത് ഒരു വൃക്ഷത്തണലിൽ ഇരുന്നുകൊണ്ട്. നമ്മൾ സാധാരണ വായിക്കാറുണ്ട്, അവൻ വൃക്ഷത്തണലിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ആഹാരം വിളമ്പിക്കൊടുത്തു. ഒരു മരത്തിന്റെ കീഴിൽ. നല്ല ഇന്നങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു പോവുകയാണ്. എന്തേലും മരത്തണലുണ്ടെങ്കിൽ വെട്ടി ദൂരോട്ട് കളയുകയാണ്. ഒരു വൃക്ഷത്തണലിൽ ഇരുന്നുകൊണ്ട് അബ്രഹാം 3 പുരുഷന്മാരെ ഊട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ ലോത്തിന്റെ അടുക്കിലേക്ക് 19-ാം അധ്യായത്തിൽ വരുമ്പോൾ ലോത്ത് വീടിനുള്ളിൽ വെച്ച്, വൈകുന്നേരം ചെല്ലുന്നത്, ഒരു വീടിനുള്ളിൽ വെച്ച് ആരെ ശുശ്രൂഷിക്കുന്നു? ഈ ദൂതന്മാരെ ശുശ്രൂഷിക്കുന്നു. അവിടെയാണ് ഒരു സംശയം. 3 പേരാണ് അബ്രഹാമിനെ കാണാൻ വന്നത്. എത്ര പേരെ ലോത്തിന്റെ അടുത്ത് ചെന്നുള്ളൂ? 2 പേരെ ചെന്നുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ 2 പേരെ ലോത്തിന്റെ അടുത്ത് ചെന്നുള്ളൂ. എന്താ ലോത്തിന്റെ അടുത്ത് 2 പേര് ചെന്നത്? പക്ഷാഭേദമാണല്ലോ അത്, അല്ലെ? അബ്രഹാമിന്റെ അടുത്ത് 3 പേരും, നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ആണെങ്കിൽ വലിയ വാഗ്വാദങ്ങളും വിഷയങ്ങളും ആയി. അവന്റെ വീട്ടിൽ 3 പേര് പോയി, എന്റെ വീട്ടിൽ 2 പേരെ വന്നുള്ളൂ. എന്താണ് 3ഉം ഇവിടെ 2ഉം? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 22ഉം 33ഉം വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. കാരണം ഈ പുരുഷന്മാർ വിട്ടുപോകുമ്പോഴും യഹോവയെ വിട്ടുമാറുന്നില്ല. ആര്? അബ്രഹാം. യഹോവയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അബ്രഹാം. അതുകൊണ്ടാണ് ഈ 3-ൽ 1 നഷ്ടപ്പെട്ടു പോകുന്നത്. 3-ൽ 1 നഷ്ടപ്പെട്ടുകൊണ്ട് യഹോവയോട് സംസാരിച്ചുകൊണ്ട് സൊദോം ഗൊമോറ നശിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാം മധ്യസ്ഥത അർപ്പിക്കുകയാണ്. ഈ മധ്യസ്ഥത നോക്കുമ്പോഴാണ് സാധാരണ നമ്മുടെ ചിട്ടിയുടെ ലേലം വിളിയൊക്കെ നടത്തുന്നത് പോലെയാണ്. താഴ്ത്തി വിളിച്ചു വരികയാണ്. ആദ്യം 50 തുടങ്ങി, അത് 45 നോക്കി, 40 30 20 10 വരെ ആക്കിയിട്ടും രക്ഷയില്ല. 10 വരെ ആക്കിയിട്ടും രക്ഷയില്ല. അവസാനം അതൊക്കെ പൂർത്തീകരിച്ച് അവർ തമ്മിൽ പറഞ്ഞു പിരിഞ്ഞു എന്നാണ്. തീർച്ചയായിട്ടും യഹോവ അവന്റെ കൂടെ നിന്നു. കാരണം അവൻ വീട് മലക്കെ തുറന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് കാഴ്ച. അത് സൂചിപ്പിക്കുന്നത് അടുത്ത ആളെ കൂടെ, ലോത്തിനെ കൂടെ കാണുമ്പോഴാണ്. എല്ലാം സ്വീകരിക്കുവാനായിട്ടുള്ള മനോഭാവമുള്ള മനുഷ്യനായിരുന്നു. 75-ാം വയസ്സിലാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. നിന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും, നീ വലിയ ജനതയാകും. 24 വർഷം കഴിഞ്ഞിട്ടും അവന്റെ ജീവിതത്തിൽ ഒരു ജനതതി പോലും ഉണ്ടാകുന്നില്ല. ചുരുക്കത്തിൽ അബ്രഹാമിന് 99 വയസ്സായിട്ടും ഒരു പുരുഷ സന്തതി പോലും, ഒരു സന്തതി പോലും അവന്റെ നാമത്തിൽ ജനിച്ചിട്ടില്ല.
പ്രത്യാശ നഷ്ടപ്പെടാൻ ഇനിയും വേറെ കാരണങ്ങൾ വല്ലതും വേണ്ടോ? പക്ഷേ അയാളുടെ ജീവിതത്തിൽ പ്രത്യാശ തുറന്നു പിടിച്ച ഒരു മനുഷ്യനാണ്. എല്ലാ ജീവിത അനുഭവങ്ങളും പുതിയ വാതായനങ്ങളിലേക്ക് തുറക്കുന്നു എന്നുള്ള മനുഷ്യനാണ് അബ്രഹാം. അതുകൊണ്ട് ആ മനുഷ്യൻ അതിനെ സ്വീകരിച്ചു. പക്ഷെ ലോത്തിന്റെ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് സൊദോം ഗൊമോറയിലേക്ക് ചെല്ലുന്ന ഈ ദൂതന്മാർ പറയുന്ന കാര്യമുണ്ട്, ഈ ദേശം ദുഷിച്ചതാണ്, അതുകൊണ്ട് വേഗം ഇവിടുന്ന് രക്ഷപ്പെടുക. പക്ഷേ ലോത്തിന്റെ ലൈൻ മനോഭാവം വേറെയാ. ഞങ്ങളിതെത്ര കണ്ടതാ. കാരണം 2018 പ്രളയമാണെങ്കിലും 2020 കോവിഡിന്റെ കാലമാണെങ്കിലും സാധാരണ നമുക്കുണ്ടാകുന്ന ആദ്യ ബോധം എന്താണ്? ഞങ്ങളിതെത്ര കണ്ടതാ. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങളെ അങ്ങനെ ബാധിക്കാനൊന്നും പോവുകയില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞു തീർത്ത് പോകാമെന്നുള്ള ബോധ്യമാണ്. അവിടെയാണ് അടഞ്ഞ മനസ്സോടുകൂടി ലോത്ത് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അവിടെയാണ് ജീവിതത്തിന്റെ ഒന്നാമത്തെ നഷ്ടപ്പെടലും അയാൾക്കുണ്ടാകുന്നത്. അബ്രഹാമിന്റെ ഭവനം ജീവനം കൊണ്ട് വാഴ്വേറ്റപ്പോൾ ഒരു പുതിയ സന്തതിയെ അവന്റെ ഭാര്യയായ സാറയുടെ ഉള്ളിൽ നന്മയായി പ്രാർത്ഥനയായി കൊടുത്തിട്ടാണ് ആ പുരുഷന്മാർ മടങ്ങുന്നത്. ഇവിടെ ഇതാ ഇവരുടെ ജീവിതത്തിൽ അതിജീവനത്തെ കൊടുത്തിട്ടാണ്, ലോത്തിന്റെ ഭവനത്തിൽ അതിജീവനത്തെ കൊടുത്തിട്ടാണ് ആര് മടങ്ങുന്നത്? ഈ പുരുഷന്മാർ. ലോത്തിനെയും കുടുംബത്തെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തോട്ട് പോകണമെന്നാ പറയുന്നത്. പക്ഷെ അവർ പോകാനായിട്ട് ഒരുക്കമല്ല. ലോത്ത് പോകുമ്പോൾ ലോത്തിന്റെ ഒരു ബോധ്യമുണ്ട്, അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകും, എല്ലാം നിസ്സാരമെന്ന് കണക്കാക്കുന്ന ഒരു മനുഷ്യനാണ് ലോത്ത്. അതുകൊണ്ടാണ് അയാൾക്ക് അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നത്, എല്ലാം നിസ്സാരമെന്ന് കണക്കാക്കുന്നത്. കാരണം ലോത്തിനോട് ഓടിപ്പോകാൻ പറയുന്നുണ്ട്. ലോത്ത് ഈ പോകുന്നതിന്റെ ഇടയ്ക്ക് തന്റെ പെൺകുട്ടികൾക്ക് വരന്മാരായി നിശ്ചയിച്ചിരിക്കുന്ന മരുമക്കളെയും കൂടി കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയുമ്പോൾ അവരും പറയും, ഓ അങ്ങനൊന്നും സംഭവിക്കുകയില്ല, നിസ്സാരം. നമ്മൾ സാധാരണ ഭാഷയിൽ കളിയാക്കി പറഞ്ഞു, നിസ്സാരം ഒന്നും അങ്ങനെ നടക്കുകയില്ല. ലോത്തിനോട് ദൈവം പറയുന്നുണ്ട്, നീ ഓടി പർവ്വതത്തിലേക്ക് പ്രവേശിക്കുക. ലോത്ത് തിരിച്ചു പറയുന്നു, എനിക്ക് പർവ്വതം വരെ ഓടിക്കയറാനുള്ള ആവതില്ല, അതുകൊണ്ട് ഞാൻ അടുത്തുള്ള പട്ടണത്തിലേക്ക് പോകാം. പട്ടണത്തിന്റെ പേര് സോവാർ. പട്ടണത്തിന്റെ പേര് സോവാർ. സോവാർ എന്ന പദത്തിന്റെ അർത്ഥം നിസ്സാരം, തുച്ഛം, ഇൻസിഗ്നിഫിക്കന്റ്. ഈ നിസ്സാരതയിലേക്ക് ഓടിപ്പോകുവാനായിട്ടുള്ള ബോധമാണ്. കാരണം ഇതെല്ലാം എനിക്ക് അറിയാമെന്നുള്ളൊരു ചിന്തയാണ് ആർക്കുണ്ടായിരുന്നത്? ലോത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അയാളുടെ ജീവിതം ഇങ്ങനെ അടഞ്ഞും ഇടുങ്ങിയും പോകുന്നത്. ഈ ഒരു ബോധത്തിൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ ഒന്നാമത്തെ നഷ്ടമുണ്ടാകുന്നത്. അവിടെ കാണുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നത് സ്വരൂപം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തെയാണ്. എന്താണ് സ്വരൂപം നഷ്ടപ്പെട്ട കുടുംബത്തെ? ഈ നോമ്പിലെ ഈ ദിനത്തിലെ പരിശുദ്ധ സഭ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യവും, നിങ്ങൾക്ക് സ്വരൂപം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇമേജ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരികെ പിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇമേജ് എന്ന് പറയുമ്പോൾ ഒരു പൊതു ഫിഗറിലുള്ള, പബ്ലിക് ഫിഗറിലുള്ള നമ്മുടെ ഇമേജ് അല്ല. നമുക്ക് അവൻ നൽകിയിട്ടുള്ള ഛായ രൂപം, മനുഷ്യനെ അവൻ തൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചു എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അവൻ നൽകിയിട്ടുള്ള ഛായയിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനയപ്പെട്ടിട്ടുള്ള എൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, അവന്റെ സാദൃശ്യം, രൂപം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരികെ പിടിക്കുക എന്നുള്ള ബോധമാണ്. കാരണം ഈ യാത്രയിൽ ഒന്ന് രണ്ട് കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇവൾ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് വേർപെട്ട് മാറ്റപ്പെട്ടവളാണ് ലോത്തിന്റെ ഭാര്യ. കാരണം അവർ ഒരുമിച്ച് ഓടിയ ഓട്ടത്തിൽ നിന്ന് അവൾക്ക് നിസ്സാരമെന്ന് തോന്നിയ ചില കാര്യങ്ങളാണ്. ഈ മൂന്നു പേരും അവരുടെ ജീവിതം ശിഥിലമായി പോകുന്നത് ചില കാര്യങ്ങളെ നിസ്സാരമെന്ന് എണ്ണുമ്പോഴാണ്. പർവ്വതത്തിലേക്ക് കയറാൻ ലോത്തിനോട് പറയുമ്പോൾ അത് വേണ്ട, നിസ്സാരം മതി, സോവാറിലേക്ക് ചെന്നാൽ മതി, ആ പട്ടണത്തിലേക്ക് ചെന്നാൽ മതി, നിസ്സാരമെന്ന് കണക്കാക്കി. ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ വലിയ കുഴപ്പമില്ല എന്ന് കരുതിയതാണ് അവന്റെ ഭാര്യ. സാധനം ഒന്നും എടുത്തോണ്ട് പോയില്ലല്ലോ, ഒന്ന് ചെറുതായിട്ട് തിരിഞ്ഞു നോക്കിയല്ലേ ഉള്ളൂ. അവന്റെ കൈവിട്ട് അവന്റെ പിന്നിൽ നിന്നുകൊണ്ട് തന്റെ സ്വന്തം നാട്ടിലേക്ക് സൊദോം ഗൊമോറയെ ഒന്ന് തിരിഞ്ഞു നോക്കിയതേ ഉള്ളൂ. അവളുടെ ജീവിതം നഷ്ടപ്പെട്ടുപോയി, അവളുടെ രൂപം നഷ്ടപ്പെട്ടുപോയി. അടക്കപ്പെടാത്ത ജീവിതം എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. കാരണം അവൾ ഉപ്പ് തൂണായി, ഉപ്പിന് ഒരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ ഉപ്പ് തൂണായി പരിണമിച്ച് അവളുടെ രൂപം നഷ്ടപ്പെടുകയാണ്. ഇനി തുടർന്നും വായിക്കുമ്പോൾ നമുക്കറിയാം, ആ രണ്ട് പെൺകുട്ടികൾ, അവർക്ക് എന്ത് സംഭവിച്ചു? പിതാവിൽ നിന്ന് പൈതങ്ങളെ സ്വീകരിക്കുന്നത് തെറ്റല്ല എന്നുള്ള ഒരു വലിയ ബോധ്യത്തിൽ അവരുടെ ജീവിതവും മുൻപോട്ട് പോകുമ്പോൾ രണ്ട് തലമുറയ്ക്ക്, മോവാബ്യർക്കും അമ്മോന്യർക്കും ഒക്കെ ജന്മം നൽകി. തീർച്ചയായിട്ടും ലോത്തിന്റെ കുടുംബം ശിഥിലമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. അബ്രഹാമിന്റെ കുടുംബം വാഴ്വേറ്റപ്പോൾ ലോത്തിന്റെ കുടുംബം ശിഥിലമാകുന്നു. കാരണം അവരുടെ രൂപം നഷ്ടപ്പെട്ടു, സ്വരൂപം നഷ്ടപ്പെട്ടു. കാരണം അബ്രഹാം എല്ലാത്തിനെയും സ്വീകരിക്കുവാനായിട്ടുള്ള, ഏതനുഭവത്തെയും സ്വീകരിക്കുവാനായിട്ടുള്ള തുറന്ന മനസ്സോടുകൂടിയിരിക്കുമ്പോൾ ലോത്തും കുടുംബവും എല്ലാം നിസ്സാരമെന്ന് തുച്ഛീകരിക്കുന്ന സങ്കുചിത മനോഭാവത്തോടു കൂടി ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ ആകുലത. ആ ആകുലതകളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രിയമുള്ളവരെ,
നമ്മുടെ ജീവിതത്തെ നാം എങ്ങനെ നിർമ്മിക്കുന്നു, അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു വലിയ സാധ്യതയും ചോദ്യവുമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മാനസിക രോഗവിദഗ്ധനായ. അദ്ദേഹത്തോട് ചിലപ്പോഴൊക്കെ സംഭാഷണത്തിൽ ഏർപ്പെടുവാനായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം 15 വയസ്സുള്ള ഒരു ബാലനെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ നൽകിയത് ഇപ്പോഴും ഓർക്കുന്നു. ആ ബാലന് ക്ലെപ്റ്റോമാനിയ എന്നുള്ള വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രീതിയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് നിയന്ത്രണമില്ലാതെ മോഷണ സ്വഭാവമുള്ള രീതി, നിയന്ത്രണ വിധേയമല്ലാത്ത മോഷണ സ്വഭാവം. എന്തുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നത് തൻ്റെ കയ്യിലാക്കും, ആരും കാണാതെ. ഡോക്ടർ അദ്ദേഹത്തോട്, ഈ മകനോട് സംസാരിച്ചു, എന്താണ് ഇവന്റെ കുഴപ്പം, കാര്യങ്ങളൊക്കെ ഏറെ സംസാരിച്ചു. അവന്റെ ബാല്യകാലങ്ങളിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഈ ഡോക്ടറെ ചോദിച്ചിരുന്നപ്പോൾ അവന്റെ ജീവിതത്തിലെ ചില ഏടുകൾ അവൻ അറിയാതെ ഡോക്ടർ എടുത്തത് പങ്കുവെക്കുവാൻ തക്കവണ്ണം ഇടയായതുണ്ട്. അയാൾ പറയുകയാണ്, ഈ സുഹൃത്ത് എന്നോട് പറയുകയാണ്, ആ ചെറുപ്പക്കാരനായ ആ കുട്ടി അവന്റെ ബാല്യകാലഘട്ടത്തിൽ അവന്റെ അപ്പനും അവന്റെ വല്യമ്മയും ഒക്കെ ചെറിയ കളവുകൾ ചെയ്യുവാൻ അവനെ പ്രേരിപ്പിച്ചിരുന്നു. അതൊന്നും വലിയ തെറ്റല്ലെന്നേ. ചെറിയ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളോട് അതിങ്ങ് എടുത്തോണ്ട് വാ, ആരും കാണാതെ അതിങ്ങ് എടുത്തോണ്ട് വാ എന്നൊക്കെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ, അത് അവന്റെ മനസ്സിൽ ഒരു വലിയ യുദ്ധമായി മാറി. ചെറിയ കളവുകളൊന്നും വലിയ പ്രശ്നങ്ങളല്ല, ചെറിയ തെറ്റുകളൊന്നും വലിയ പ്രശ്നങ്ങളല്ല എന്നുള്ള ഒരു വലിയ യുദ്ധം അവന്റെ മനസ്സുകളിലേക്ക് ഉണ്ടാകുകയും അവൻ കാലക്രമേണ ചെറുതിൽ നിന്ന് വലുതിലേക്ക് വളരാൻ തുടങ്ങി. അവന്റെ ശരീരം വളർന്നപ്പോൾ അവന്റെ മോഷണ സ്വഭാവവും അതിൻ്റെ രീതികളുമൊക്കെ വളർന്നും മാറ്റപ്പെടുകയും ഉണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറയോട് നാം കാണിക്കുന്ന വലിയ അനീതി ഉണ്ടല്ലോ. ചെറിയ തെറ്റുകളൊന്നും വലിയ പ്രശ്നങ്ങളല്ല എന്നുള്ളത്, വലിയ പ്രശ്നങ്ങളിലേക്കുള്ള വാതായനങ്ങളാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ സ്വരൂപം നഷ്ടപ്പെട്ടു പോകുന്നത്, ഒരു കുടുംബം ശിഥിലമായി പോകുന്നത് എവിടെയാണെന്ന് നാം ദർശിച്ചു. കാരണം അവിടെ അവരുടെ സൂചനകൾ എന്താണ്? ചെറിയ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളല്ല, എങ്ങനെയുമെങ്കിലും ജീവിച്ചു പോകാം എന്നുള്ള ചില ബോധ്യങ്ങൾ. അവിടെയാണ് അവർക്ക് സ്വരൂപം നഷ്ടപ്പെട്ടത്. എന്നാൽ അബ്രഹാം നേടിയതോ എല്ലാത്തിനെയും സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു വിശാല മനസ്സ്. ആ മനസ്സാണ് തീർച്ചയായിട്ടും നമ്മുടെ സ്വരൂപങ്ങളെ പുതുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ദൈവമാതാവിന്റെ ആ ഓട്ടമുണ്ടല്ലോ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ ആ സന്ദർഭം, അത് വളരെ ഹൃദയസ്പൃക്കാണ്. അതിനുശേഷം അമ്മ വെറുതെ ഇരിക്കുകയല്ല. പിന്നെ അടുത്ത സന്ദർഭം എന്ന് പറയുന്നത് അവൾ തൻ്റെ ചാർച്ചക്കാരിയെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ഓട്ടപ്രദക്ഷിണമാണ്. തൻ്റെ ഉള്ളിൽ ഒരു ജീവൻ വളരുന്നുണ്ട് എന്നുള്ള ബോധ്യമുണ്ട്. എന്നിരുന്നാൽ കൂടിയും മലയും കാടും താണ്ടി നടക്കുന്ന ആ ഒരു വലിയ യാത്ര അവൾ മുൻപോട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും കുറുക്കുവഴികളില്ലാത്ത അധ്വാനശീലമാണ് ആ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വലിയ സ്വരൂപം ചേർത്ത് പിടിക്കേണ്ട ഓർമ്മയും നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. കുറുക്കുവഴികളില്ലാത്ത അധ്വാനശീലം ആ അമ്മ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ ചാർച്ചക്കാരിയെ വേറെ ആരെങ്കിലും അയച്ചോ വേറെ ഡെലിഗേഷൻ വിട്ടോ ഒന്നും ശുശ്രൂഷിക്കുകയില്ല, താൻ തന്നെ നേരിട്ട് പോയി ശുശ്രൂഷിക്കുന്ന ആ ഒരു കാഴ്ച. പ്രിയമുള്ളവരെ, അരുണാചൽ പ്രദേശിൽ ഈ അടുത്ത് കുറച്ച് ആളുകൾ ചേർന്ന് അവർക്ക് തദ്ദേശീയമായി ഒരു ദേവാലയം പണിയുന്നതിൻ്റെ ചിത്രീകരണം കാണുവാൻ തക്കവണ്ണിടയായി, ദൃശ്യം കാണുവാൻ തക്കവണ്ണിടയായി. അതിനകത്ത് കുറച്ച് ആളുകൾ ചേർന്ന് പാറയൊക്കെ പൊട്ടിച്ച് ചെറുകല്ലുകളാക്കി അതുകൊണ്ട് തങ്ങൾക്കുള്ള ദേവാലയം പണിയുകയാണ്. അതിൽ അനേകം ആളുകൾ ലിംഗഭേദമില്ലാതെ പ്രായഭേദമില്ലാതെ ഒക്കെ നിർമ്മാണം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഒരു സ്ത്രീയെ വ്യത്യസ്തമാക്കുന്നത് നോക്കിയപ്പോൾ അവളും കൂട്ടത്തിൽ എല്ലാവരുടെയും ചേർന്ന് അധ്വാനിക്കുകയാണ്. പക്ഷേ അവളുടെ പുറത്ത് ഒരു ചെറിയ ഭാണ്ഡം കൂടിയുണ്ട്, അതിലൊരു കുഞ്ഞും കൂടിയുണ്ട്. ആ കുഞ്ഞിനെ ചേർത്ത് കെട്ടിവെച്ചുകൊണ്ട് തനിക്ക് ഒഴികഴിവുകൾ പറയാമായിരുന്നുവെങ്കിലും അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ സ്ത്രീയുടെ കുറുക്കുവഴിയില്ലാത്ത അധ്വാനശീലത്തെ അവളുടെ ജീവിതം നമ്മെ കാട്ടിത്തരുന്നത്, പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഒരു വലിയ പാഠമല്ലേ? നമ്മുടെ സ്വരൂപം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രേരണ കൊണ്ട് മറ്റുള്ളവർക്ക് കുറ്റം ചെയ്യുവാൻ നാം ഇടയായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മാറി സഞ്ചരിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ വാഴ്വേൽക്കുമ്പോൾ മറ്റൊരു മനുഷ്യൻ അയാളുടെ കുടുംബം ശിഥിലമായി പോകുന്നത്. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു തുറന്ന മനസ്സോടുകൂടി ജീവിക്കുവാൻ തക്കവണ്ണം സാധ്യമായില്ലെങ്കിൽ, ഇതൊക്കെ ഞങ്ങൾ കുറച്ച് കണ്ടിട്ടുള്ളതാണ് എന്നുള്ള ജീവിത രീതിയിൽ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നാം നൽകേണ്ടി വരുന്ന വില വലുത് തന്നെയായിരിക്കും. ആയതുകൊണ്ട് ഒന്നാമതായി ഈ വ്യക്തിയും ലോത്തിന്റെ കുടുംബവും അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ നമുക്ക് നൽകുന്ന ചിത്രം നമ്മുടെ സ്വരൂപം
നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അവർ കാട്ടിത്തന്നത് അവരുടെ സ്വരൂപം നഷ്ടപ്പെട്ടു പോയി. അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായി. 2 പുരുഷന്മാർ, 3 പേര് വന്നില്ല, 2 പേരുടെ അനുഗ്രഹമുണ്ട്. അവർ കൈക്ക് പിടിച്ച് പുറത്താക്കി. എന്നിട്ടും അവർക്ക് തങ്ങളുടെ അനുഗ്രഹത്തെ അവരുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാൻ സാധിച്ചില്ല. അവർക്ക് അവരുടെ സ്വരൂപം നഷ്ടപ്പെട്ടു. കുടുംബം ശിഥിലമായി പോയി. നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമാകാതിരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ എല്ലാ ജീവിതാനുഭവങ്ങളെയും തുറന്ന പാഠപുസ്തകം പോലെ സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സും കാതും തുറന്നവരായിരിക്കട്ടെ. ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. 2ാമത്തെ ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പങ്കുവെക്കുന്നു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവ തന്റെ ജനത്തെ വിളിച്ചിരുന്ന ഒരു പദമുണ്ട്, എന്റെ ജനം. എന്താണ് എന്റെ ജനം? ഇത് തന്നെയായിരിക്കും സഭ എന്നെയും നിങ്ങളെയും ഒക്കെ വിളിക്കുന്നത്, എന്റെ ജനം, എന്റെ ജനം. ഈ കേൾവി നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പരിതാപകരമായ അവസ്ഥ. കാരണം സഭ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു വലിയ ഐഡന്റിറ്റിയും കൂടി അതാണ്. എന്താണ്? ഞാൻ ആരാണ്? എൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഭയിലെ ഒരു വൈദികനാണ്, ഈ സഭയിലെ ഒരു വിശ്വാസിയാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഐഡന്റിറ്റി. പ്രത്യേകിച്ചും ഇസ്രായേൽ സമൂഹത്തിന്റെ. അവർ മിസ്രൈം നാട്ടിലായിരുന്നപ്പോൾ മോശയെ എന്ത് പറഞ്ഞാണ് അവിടുന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായത്? മോശ എന്ന് പറയുകയാണോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്നൊരു യാത്ര പോകണം, കാഴ്ചകളൊക്കെ കണ്ടൊരു യാത്ര പോകണം എന്ന് പറഞ്ഞാണോ? എന്താ പറയുന്നത്? ഈ ജനത്തിന് തങ്ങളുടെ ദൈവമായ യഹോവയ്ക്കൊരു ആരാധന കഴിപ്പണം. ഒരു ആരാധന കഴിക്കുവാനായിട്ടുള്ള ആരാധനാ സംഘമാണ് ആര്? ഈ ജനസമൂഹം. ഇസ്രായേലിന് കൊടുക്കുന്ന വിളിപ്പേരതാണ്. ഇസ്രായേൽ ആരാണ്? യഹോവയാം ദൈവത്തിന് ആരാധന കഴിക്കുന്ന ജനസമൂഹമാണ്. ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനം. പക്ഷേ അവർക്ക് തങ്ങളുടെ കാര്യങ്ങളെ ഒന്നും അങ്ങനെ നിലനിർത്താനായിട്ട് പറ്റുന്നില്ല. ചില ഫേക്ക് ഇമോഷൻസ് ഉണ്ടായി പോകുന്നു. ഫേക്ക് ഇമോഷൻസ്. ചില സന്ദർഭങ്ങളിൽ അവർക്ക് തങ്ങളുടെ നില തെറ്റുന്നു. സാധാരണ ഇന്ന് ലഹരി വല്ലാതെ ചർച്ചയാകുന്ന കാര്യമാണല്ലോ. ഞാൻ ചിന്തിക്കുന്നത് ആദ്യമായി ഈ ഫേക്ക് ഇമോഷൻസ് ആണ് ലഹരി കൊണ്ടുണ്ടാകുന്നത്. കാരണം അത് ലഹരിയുടെ രാസലഹരികളാണെങ്കിലും മദ്യപാനമാണെങ്കിലും പുകവലിയാണെങ്കിലും ഏത് തരത്തിലുള്ള ലഹരിയാണെങ്കിലും ഫേക്ക് ഇമോഷൻസ് ആണ്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറും. നിങ്ങളുടെ തലവേദന, തലകറക്കം, പ്രശ്നം, ടെൻഷൻ എല്ലാം മാറും എന്നുള്ളതാണ്. ഫേക്ക് ഇമോഷൻസിൽ കൂടിയാണ് നമ്മളെ ഈ ലഹരികളൊക്കെയും കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ ബാല്യങ്ങളൊക്കെ ഇന്ന് ഹോമിക്കപ്പെടുന്നത്. പക്ഷെ ഈ ഫേക്ക് ഇമോഷൻസിന്റെ ഒരു വലിയ ബോധ്യം കാണിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ പാഠങ്ങളിലാണ്. ഒരു സ്ത്രീ എങ്ങനെയെങ്കിലും ദൈവമാകണമെന്നുള്ള ഒരു ബോധ്യത്തിൽ ആ മരത്തിൽ നിന്ന് ഒരു പഴം പോലും കഴിക്കരുതെന്ന് പറഞ്ഞിരുന്ന് ആ മരത്തെ എന്നും കാണും. ബാക്കി എല്ലാ മരങ്ങളിൽ കൂടെ അവൾ നോക്കി നടന്നു പോകുമ്പോഴും ആ മരം കാണുമ്പോൾ ഒരു കൗതുകമാണ്. കാരണം അതിലെ പഴം കഴിക്കരുത്, അത് കഴിച്ചാൽ എന്തുപോലെയാകും? ദൈവത്തെ പോലെയാകും. ഈ ഫേക്ക് ഇമോഷൻസിലേക്കാണ് ആര് വീണു പോകുന്നത്? ഹൗവ വീണു പോകുന്നത്. പിന്നെ അവിടെ നമ്മളെ കരകയറ്റുവാനായിട്ട് വളരെ പാടാണ്. പിന്നെ ദൈവമാതാവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഉൽപ്പത്തി പുസ്തകം തന്നെ സ്ത്രീയിൽ നിന്ന് ഒരു സന്തതി ഉണ്ടാകും, അത് സർപ്പത്തിന്റെ തല തകർക്കും എന്നൊക്കെ പറയുന്ന ഓർമ്മപ്പെടുത്തലൊക്കെ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഈ ഫേക്ക് ഇമോഷൻസ് ആണ് പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കുന്നതും. അമേരിക്കൻ ഐക്യനാടിലെ ഫിലാഡൽഫിയ എന്ന സ്റ്റേറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിലെ കെൻസിംഗ്ടൺ അവേ എന്ന് പറയുന്ന ഒരു തെരുവുണ്ട്. അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടിലെ ഫിലാഡൽഫിയയിലെ ഏറ്റവും ഭീകരതയേറിയ തെരുവേത് എന്നുള്ളത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബോ എങ്ങനെയെങ്കിലും നോക്കിയാൽ മതി. അതിനുള്ള സാധ്യതകൾ ഇന്നേറെയാണല്ലോ. ഇത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ സങ്കടം, അതൊരു ഓപ്പൺ എയർ ഡ്രഗ് മാർക്കറ്റാണ്. തുറന്ന കടകളുള്ള ലഹരികൾ വിറ്റഴിക്കപ്പെടുന്ന ഒരിടമാണ്. അവിടെ അനേകം ആളുകൾ തുറസായി, സാധാരണ ഇന്ന് രഹസ്യമായി ഇന്ന് പല നാടുകളിലും ഇടങ്ങളിലും ഒക്കെ കാണുന്നത് പോലെയല്ല, അവിടെ തുറസായ കടകളിൽ കൂടി എന്ത് വാങ്ങിക്കാം? ലഹരി വാങ്ങിക്കാം. പക്ഷെ ലഹരി വാങ്ങിക്കുന്ന ഒരാളും അത് നേരെ നിന്ന് ഉപയോഗിക്കുന്നില്ല. കാരണം അവരുടെ തല ഉയർത്താൻ പോലും പറ്റാതെ, കൈകൾ യഥാർത്ഥത്തിൽ പോലും ചലിപ്പിക്കാനായിട്ടുള്ള ശേഷിയില്ലാതെ അവരുടെ ജീവിതം മറ്റേതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളെ പോലെ അവർ അങ്ങനെ ഉഴലുകയാണ്. ചുരുക്കത്തിൽ ചവറുകൊട്ടകൾ മാലിന്യം കിടക്കുന്നത് പോലെയുള്ള കുപ്പക്കുന്നുകൾ പോലെ മനുഷ്യരവിടെ കൂട്ടിക്കൂട്ടപ്പെടുകയാണ്. കാരണം ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങിയവർക്ക് തിരികെ വീടുകളിലേക്ക് പോകുവാനായിട്ടുള്ള ബോധമോ അവസ്ഥകളോ ഇല്ലാത്ത ഒരു സാഹചര്യം. ഫേക്ക് ഇമോഷൻസിന്റെ പേരിൽ ഒരു കൂട്ടം ജനങ്ങൾ തങ്ങളുടെ ജീവിതങ്ങൾ ഹോമിക്കുകയാണ്.
ഇവിടെയും മോശയുടെ അസാന്നിധ്യത്തിൽ ഒരു തെറ്റം ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തെ ഹോമിക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ സങ്കടത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളോട് ചോദിക്കും, വാട്ട് ഈസ് യുവർ ഐഡന്റിറ്റി? നമ്മൾ പല കാര്യങ്ങളും ഒക്കെ പറയും. ഞാൻ ഓർത്തഡോക്സ് സഭയിലെ വൈദികനാണ്, എൻ്റെ പേര് പറയും, ഇന്നയാളുടെ മകനും മകളുമാണെന്നൊക്കെ പറയും, നമ്മളുടെ ബന്ധുക്കളുടെ ഒക്കെ പേര് പറയും, നമ്മുടെ സ്ഥാനവും രീതികളും ഒക്കെ പറയും. പക്ഷേ വാട്ട് ഈസ് യുവർ ഐഡന്റിറ്റി? നിങ്ങൾ ഇവന്റ് മാനേജ്മെന്റിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? നമ്മുടെ ഓരോ ഇവന്റുകളും അവർ മാനേജ് ചെയ്ത് തരും. അത് നിങ്ങളുടെ സങ്കടത്തിലുള്ള ഇവന്റ് ആകട്ടെ, സന്തോഷത്തിലുള്ളതാകട്ടെ, ഏത് കാര്യങ്ങളും അവർ മാനേജ് ചെയ്ത് തരും. പക്ഷേ എന്താണ് നിങ്ങളുടെ സ്വത്വം? നിങ്ങളുടെ സ്വത്വം എന്താണ്? ഈ ഒരു ചോദ്യത്തിലേക്കാണ് ഈ വേദഭാഗം വിരൽ ചൂണ്ടുന്നത്. അവിടെയാണ് സൂചിപ്പിക്കുന്നത്, തീർച്ചയായിട്ടും എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വേദനകളെ അതിജീവിക്കുവാൻ പഠിക്കുന്നു, അതാണ് നിങ്ങളുടെ സ്വത്വം. നിങ്ങൾക്ക് സന്തോഷങ്ങളെ അതിജീവിക്കാം, ബൈപ്പാസ് ചെയ്യാം. നിങ്ങളുടെ സന്തോഷങ്ങളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാം. നിങ്ങളുടെ വേദനകളെ നിങ്ങൾ എങ്ങനെ അതിജീവിക്കുന്നു, അതാണ് നിങ്ങളുടെ സ്വത്വം. ദാറ്റ് ഈസ് യുവർ ഐഡന്റിറ്റി. ഹൗ യു ഓവർകം യുവർ പെയിൻ ആൻഡ് പാത്തോസ്, അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. നിങ്ങളുടെ സങ്കടങ്ങളെയും ദുരിതക്കയങ്ങളെയും എങ്ങനെ നിങ്ങൾ അതിജീവിക്കുന്നു, അതാണ് നിങ്ങളുടെ വ്യക്തിത്വം. ഇവിടെയും സൂചിപ്പിക്കുന്നുണ്ട്, മോശ തങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സങ്കടം. കാരണം 32-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മോശ എവിടേക്ക് പോയി എന്ന് ഞങ്ങൾ അറിയുന്നില്ല. കാരണം കൽപ്പനകൾ വാങ്ങിക്കാൻ പോയതാന്നാ പറച്ചത്. പോയിട്ട് തിരിച്ച് പോയ വഴിയിൽ പുല്ല് പോലും കിളുത്തിട്ടില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ സങ്കടം ഏറി വരികയാണ് എന്നാണ് അവരുടെ രോഷം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ എന്താ ചെയ്യുന്നത്? അവരുടെ ഐഡന്റിറ്റി എന്തായിരുന്നു? യഹോവയെ ആരാധിക്കുന്ന മനുഷ്യർ എന്നാണ്, യഹോവയ്ക്ക് ആരാധന കഴിക്കുന്ന മനുഷ്യർ എന്നാണ് അവരുടെ ഐഡന്റിറ്റി. പക്ഷെ അവർ ഇപ്പോൾ പറയുന്ന എന്താണ്? ഞങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഒരു കാളക്കുട്ടിയെ നീ വാർത്തുണ്ടാക്കി തരിക. ഞങ്ങൾക്ക് ഉചിതമായ രീതിയിലൊരു കാളക്കുട്ടിയെ നീ വാർത്തുണ്ടാക്കി തരിക. അവരുടെ സ്വത്വബോധം നഷ്ടപ്പെട്ടില്ലേ? യഹോവയെ ആരാധിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. യഹോവയുടെ യഹോവയെ ആരാധന കേന്ദ്രമായി കാത്തു സൂക്ഷിക്കപ്പെടേണ്ട വ്യക്തികളാണ്. പക്ഷേ അവർക്ക് ഇന്ന് അവരുടെ ജീവിതങ്ങളെയൊക്കെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം സാധ്യമാകാതെ പോകുന്നു. കാരണം അവരുടെ ആരാധനാശീലങ്ങളിലാണ് മാറ്റം വന്നു പോകുന്നത്. നമ്മുടെ അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതകളുണ്ട്. നമ്മുടെ അനുഷ്ഠാനങ്ങൾ നിഷ്ഠയോട് വെച്ച് ചേർത്ത് വെക്കുന്നതാണ്. അനുഷ്ഠാനങ്ങൾ വെറുതെ ഇങ്ങനെ പോകുന്നതല്ല, പോകുന്ന വഴിക്ക് ബലിയർപ്പിച്ചിട്ട് പോവുക എന്നുള്ളതല്ല. ഒരു വൈദികൻ ഒരു ഞായറാഴ്ച ബലിയർപ്പിക്കുവാൻ ഒരുങ്ങുന്നുവെങ്കിൽ അയാളുടെ ശനിയാഴ്ച മുതലുള്ള ഒരുക്കം അതിന്റെ ഭാഗമാണ്. ശുശ്രൂഷകരുടെ തലേദിവസം മുതലുള്ള ഒരുക്കം അതിന്റെ ഭാഗമാണ്. വിശ്വാസ സമൂഹത്തിന്റെ തലേദിവസം മുതലുള്ള ഒരുക്കം അതിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വാശി പിടിക്കുന്നത്, പെസഹായും കെന്താ ശുശ്രൂഷയും ക്രിസ്മസിന്റെ ശുശ്രൂഷകളുമൊക്കെ രാവിലെ നടത്തിയാലും കുഴപ്പമെന്താ? ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ അതൊക്കെ നടത്തപ്പെടും. പക്ഷേ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ് ഈ വർഷം പറഞ്ഞിട്ടുണ്ട്, മക്കളെ, നിഷ്ഠയോടുകൂടി ഇത് അനുഷ്ഠിക്കുവാനായിട്ടുള്ള ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അല്ലാത്ത എല്ലാ അർപ്പണങ്ങളിലും സാധാരണ പോലെ, പതിവ് പോലെ, നാം തുടർന്നു വന്നതുപോലെ അത് അനുഷ്ഠിക്കേണ്ടതാകുന്നു. നിഷ്ഠ നഷ്ടപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനം, സാധാരണ നമ്മൾ പള്ളിയിൽ പോകുന്ന രീതികളുണ്ടല്ലോ. കുറച്ചുപേർ പള്ളിയിൽ പോയി എപ്പോഴെങ്കിലുമൊക്കെ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കും. ചിലർ പള്ളിയിൽ പോയി അതിൻ്റെ പരിസരങ്ങളിലൊക്കെ നിൽക്കും. ചിലർ പള്ളിയിൽ പോയി ഓഫീസിൽ കയറി കുറച്ചു നേരം ഇരിക്കും. അല്ലേ? പറയുമ്പോൾ കുറച്ചു പേർക്ക് എന്നോട് നീരസം ഉണ്ടാകും. ഓഫീസിൽ കയറി കുറച്ചു നേരമൊക്കെ ഇരുന്നിട്ട് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങോട്ട് കയറി ചെല്ലും. ഇനിയും ഒരു പൊതുയോഗം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ തർക്കിക്കുന്നത് ആരാ? ഒരു തർക്കം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പൊതുയോഗം ഉണ്ടാകുമ്പോൾ, ഇടവകയുടെ ഭരണപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് ഇങ്ങനെ കറങ്ങി നിരിഞ്ഞ് എപ്പോഴെങ്കിലും വന്നിട്ടുള്ളവരായിരിക്കും. ഇതൊരു വലിയ ദുഃഖ സത്യമാണ്, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി. പ്രിയമുള്ളവരെ, ഈ സങ്കടമാണ്, ഈ സ്വത്വബോധം നഷ്ടപ്പെടലാണ് നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ക്രിസ്തുവിന്റെ അനുഗാമികൾ എന്നുള്ള ബോധ്യം കേവലം പേപ്പറിൽ മാത്രം ഒതുക്കുന്ന, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മാത്രം ഒതുങ്ങുന്ന രീതിയായി നാം അവശേഷിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ ജീവിത രീതിയും കാണിച്ചു തരുന്നത് തങ്ങളുടെ അനുഷ്ഠാനങ്ങളിലെ പിഴവുകൾ കൊണ്ട് സ്വത്വബോധം നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ കാഴ്ചയാണ്. ഒന്നാമതായി സ്വരൂപം നഷ്ടപ്പെട്ടവരെ പറ്റിയാണ് ഓർമ്മിപ്പിച്ചത്. രണ്ടാമതായി സ്വത്വബോധം നഷ്ടപ്പെട്ടവരെ പറ്റി. ഐഡന്റിറ്റി നഷ്ടപ്പെട്ട മനുഷ്യരാണ്. ഐഡന്റിറ്റി, എങ്ങനെ ആരാധിക്കണം എന്നുള്ള ബോധം നഷ്ടപ്പെട്ടവരാണ്. കാരണം അവർക്ക് എന്തില്ല?
അവർക്ക് അവരുടെ പ്രയാസങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള പാങ്ങില്ലായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓർമ്മിപ്പിക്കണം, എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ. സാധാരണ നമ്മൾ ഖബറിങ്കിൽ നിന്ന്, പരിശുദ്ധന്റെ ഖബറിങ്കിൽ നിന്ന്, ദേവാലയങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കും, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണമേ. നമ്മൾ ഒറ്റ ഡിലീറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ ഇതെല്ലാം പോകണമെന്നാണ് പ്രാർത്ഥന. പക്ഷേ നമ്മുടെ പ്രാർത്ഥന, ദൈവമേ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കുവാനായിട്ടുള്ള ഒരു സ്വത്വബോധം എനിക്ക് നൽകണമേ എന്നാണ്. ആ സ്വത്വബോധത്തിൽ ആർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകട്ടെ. ആ ഭാഗവും അവിടെ നിർത്തുകയാണ്. മൂന്നാമതായി ഒരു ജീവിതം ഓർമ്മിപ്പിക്കുന്നത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ അവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് ഒരു മനുഷ്യൻ തൻ്റെ യജമാനനുമായിട്ട് അകന്നു നിൽക്കുന്നതാണ്. തൻ്റെ യജമാനനുമായിട്ട് ഒരു ബാല്യക്കാരൻ അകന്നു നിൽക്കുന്ന കാഴ്ചയാണ്. ആരാണ് ആ മനുഷ്യൻ? നയമാൻ എന്ന ഒരു മനുഷ്യൻ ദൂരദേശത്ത് നിന്ന് കുഷ്ഠരോഗം ബാധിച്ച് അയാളെ സൗഖ്യമാക്കുവാൻ ഇങ്ങനെ ഒരു മനുഷ്യൻ, എലീശ എന്നുള്ള ഒരു മനുഷ്യനുണ്ട് എന്ന് കണ്ട് അയാളുടെ അടുക്കൽ ചെന്ന് അയാളുമായി സംസാരിച്ച് അയാളിൽ നിന്ന് നന്മകൾ പേറി തിരികെ പോകുമ്പോൾ എലീശ പറയുന്നു, എനിക്ക് ഒന്നും വേണ്ട, പ്രതിഫലമായി എനിക്ക് ഒന്നും വേണ്ട. അയാളെ യാത്ര അയച്ച് തിരികെ വരുമ്പോൾ ഗേഹസി, അയാളുടെ ബാല്യക്കാരൻ, എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി ഇയാളുടെ പിന്നാലെ ചെല്ലുകയാണ്. പിന്നാലെ ചെന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. ഇതൊക്കെ യജമാനന് വേണ്ടിയാണ്. ഒരു താലന്ത്, കുറച്ച് വസ്ത്രങ്ങൾ, കുറച്ച് ആഹാരങ്ങൾ, ഇതൊക്കെ ആവശ്യപ്പെട്ടിട്ട് തിരിച്ച് യജമാന്റെ അടുത്ത് കള്ളഭാവത്തോടു കൂടി ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ, സാധാരണ നമ്മളെപ്പോലെ എല്ലാം ചെയ്തിട്ട് ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ബോധത്തിൽ നിൽക്കുന്നത് പോലെ ഗേഹസി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തിരികെ ഗേഹസി വന്ന് എലീശയോട് സംസാരിക്കുമ്പോൾ എലീശ ഇതെല്ലാം തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കാണുകയും എലീശ ഗേഹസിയോട് പറയുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഒട്ടകങ്ങൾ സമ്പാദിക്കുവാനും, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5:26, ഒട്ടകങ്ങൾ സമ്പാദിക്കുവാനും പൊന്നും പണവും പാണ്ഡവും ഒക്കെ സമ്പാദിക്കുവാനും ഇതാകുന്നുവോ സമയം. ഇത് വാങ്ങിച്ചപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടി ഇരുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ഹൃദയം നിന്നോടുകൂടി ഇരുന്നില്ല. ചുരുക്കത്തിൽ ആ അധ്യായം പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഗേഹസിക്ക് എന്ത് സംഭവിച്ചു? അയാൾക്ക് നയമാനിൽ നിന്ന് വിട്ടുപോയ കുഷ്ഠം അയാൾക്ക് വന്നു. നയമാനിൽ നിന്ന് വിട്ടുപോയ കുഷ്ഠം ആർക്ക് സംഭവിച്ചു? ഗേഹസിക്ക് സംഭവിച്ചു. അയാളുടെ ശരീരം വെളുത്തു. അയാൾ തൻ്റെ യജമാനനെ വിട്ടുപോയി. പ്രിയമുള്ളവരെ, ചുരുക്കത്തിൽ മൂന്നാമതായി നമ്മോട് ഓർമ്മിപ്പിക്കുന്ന ഗേഹസിയുടെ ജീവിതം സൂചിപ്പിക്കുന്നത് സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട വ്യക്തി എന്നുള്ളതാണ്. വെൽനെസ് നഷ്ടപ്പെട്ട വ്യക്തി. ഈ സ്വാസ്ഥ്യം, നമ്മുടെ സ്വാസ്ഥ്യം എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയില്ല ഇങ്ങനെ നമുക്ക് ശരീരമുണ്ടെന്നോ ആരോഗ്യമുണ്ടെന്നോ ഒക്കെ. പക്ഷെ ഒരു ചെറിയ തലവേദനയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്നത്. ആ ഒരു അവസ്ഥയാണ് ഗേഹസിക്കുണ്ടായത്. ഇതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾക്ക് തൻ്റെ യജമാനിൽ നിന്ന് പറഞ്ഞു മാറിപ്പോകേണ്ട സാഹചര്യം വരികയാണ്. അത് എന്തുകൊണ്ടാണ്? അയാളുടെ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു, വെൽനെസ് നഷ്ടപ്പെട്ടു. ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം നേടുന്ന ഓരോ വ്യക്തികൾക്കും ആന്തരികവും മാനസികവും ശാരീരികവുമായ സൗഖ്യം നേടിയാണ് പോകുന്നത്. ഒരു ഹോളിസ്റ്റിക് വെൽനെസ് ആണ്. സമഗ്രമായ സൗഖ്യം ലഭിച്ചാണ് അവരൊക്കെയും തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ് തിരുവചനം നമ്മോട് പങ്കുവെക്കുന്നത്. എഫ്രൈം ദ സിറിയൻ എന്ന് പറയുന്ന സഭാപിതാവുണ്ട്. അയാൾ ഗേഹസിയെ പറ്റി കുറിക്കുന്നത് ഇങ്ങനെയാണ്: നയമാന് അനേകം ബാല്യക്കാരുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ വിശ്വസ്തരായിരുന്നു. എന്നാൽ മറിച്ച് ഏലീശായിക്ക് ഒരു ബാല്യക്കാരനെ ഉള്ളായിരുന്നു. അയാൾ അവിശ്വസ്തനായിരുന്നു. നമ്മെ പറ്റിയുള്ള ചോദ്യമാണ്, നമ്മൾ വിശ്വസ്തരാണോ? കാരണം ഏലീശായുടെ ജീവിതത്തിന്റെ സുഗന്ധം ഒറ്റ നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തുവാൻ പോകുന്നതാണ് ആരുടെ പ്രവൃത്തി? ഗേഹസിയുടെ. കാരണം അയാളുടെ അവിശ്വസ്തത കൊണ്ട് തീർച്ചയായിട്ടും ആരുടെ ക്രെഡിബിലിറ്റി കൂടെ നഷ്ടപ്പെടും? എലീശായുടെ ക്രെഡിബിലിറ്റി കൂടെ നഷ്ടപ്പെടും. പക്ഷേ അതിനുവേണ്ടിയാണ് ആ മനുഷ്യൻ തുനിഞ്ഞിറങ്ങി പോകുന്നത്. അങ്ങനെ ഒരുത്തനും വെറുതെ അയക്കുന്നില്ല. അവൻ വാങ്ങിച്ച നന്മകളുടെ ഒരു പങ്ക് എനിക്കും വേണമെന്നുള്ള ബോധ്യത്തിലാണ് തൻ്റെ യജമാനന്റെ വിശ്വസ്തത നഷ്ടപ്പെടുത്തുവാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ഗേഹസിയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത്.
അയാളുടെ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു, അയാളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അയാളുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് തിരുവചനം സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ന്യൂറോ സയന്റിസ്റ്റ്, അതായത് ബുദ്ധിയെയും പഠനത്തെയും പറ്റിയൊക്കെ ചിന്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, അവർ അവരുടെ ചിന്തകളുടെ ഇടയിൽ സന്തോഷത്തെ, ഹാപ്പിനെസ്സിനെ പല ഘട്ടങ്ങളായി അവർ വിഭജിക്കുന്നുണ്ട്. അതിൽ ഒരു സന്തോഷത്തെ, ഹാപ്പിനെസ്സിനെ അവർ നൽകുന്ന പേര് ലിംബിക് ഹാപ്പിനെസ് എന്നാണ്. ലിംബിക് ഹാപ്പിനെസ്. നൈമിഷികമായ ആഹ്ലാദങ്ങൾക്കും ആമോദങ്ങൾക്കും പിന്നാലെ പോയി ജീവിതം പെട്ടെന്ന് കുമിളകൾ പോലെ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള സന്തോഷങ്ങളുടെ പിന്നാലെ പോകുന്നവരെയാണ് ലിംബിക് ഹാപ്പിനെസ് എന്നുള്ള പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ലിംബിക് ഹാപ്പിനെസ്. നൈമിഷ്യങ്ങളായ ആഹ്ലാദങ്ങൾക്ക് വേണ്ടി സാധാരണ നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ നോക്കുമ്പോഴെല്ലാം ചില വീഡിയോകളൊക്കെ നമ്മൾക്ക് വല്ലാത്ത രോമാഞ്ചം, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്, വാഹനങ്ങൾ ഓടിക്കുന്നത്, പടവെട്ടുന്നത്, അങ്ങനെ പല പല ചിത്രങ്ങളും ചിത്രീകരണങ്ങളും ഒക്കെ നമ്മളെ വല്ലാതെ രോമാഞ്ചം കൊള്ളിക്കുകയും ആസ്വദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇതൊക്കെ നമ്മുടെ തലച്ചോറുകൾക്കുള്ളിൽ നടത്തുന്ന രാസപ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന സാഹചര്യത്തെ ആ ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന പേരാണ് ലിംബിക് ഹാപ്പിനെസ്. ഈ സന്തോഷങ്ങളിലാണ് പലപ്പോഴും മനുഷ്യജീവിതം ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്. ഈ പെട്ടെന്നുണ്ടാകാവുന്ന സന്തോഷം അതുതന്നെയാണ് ഗേഹസിക്കും സംഭവിച്ചു പോയത്. തന്റെ ഗുരുവിനെ പറ്റി, യജമാനെ പറ്റിയുള്ള ഓർമ്മയല്ല, പെട്ടെന്നുണ്ടാകുന്ന സന്തോഷം, അത് പെട്ടെന്ന് അയാൾക്ക് ലഭിക്കുന്ന മെറ്റീരിയൽ ബെനിഫിറ്റിനെ പറ്റി, സാമ്പത്തികമായ ലാഭത്തെ പറ്റിയുള്ള ബോധ്യത്തിൽ അയാൾ ഇറങ്ങി പുറപ്പെട്ടു പോയി ഇതൊക്കെ സമ്പാദിച്ച് തിരികെ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് സ്വാസ്ഥ്യം, വെൽനസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ആളുകളെങ്കിലും പറയും ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മാനസിക സമ്മർദ്ദം കൊണ്ട് എത്ര ദിനങ്ങളിൽ നമുക്ക് രാത്രിയിൽ നേരായ രീതിയിൽ ഉറങ്ങാതിരിക്കുന്നിട്ടുണ്ട്, ഉറങ്ങാൻ സാധ്യമാകാതെ വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ സാഹചര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സമഗ്രമായ സൗഖ്യത്തെ പറ്റിയാണ്. ക്രിസ്തുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന സമഗ്രമായ സൗഖ്യത്തെ പറ്റിയാണ് ഈ നോമ്പുകാലവും നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ ദിനങ്ങൾ നോക്കുമ്പോഴും സൗഖ്യത്തിന്റെ വലിയ ഉറവകളാണ്. സൗഖ്യത്തിൽ നിന്ന് സൗഖ്യത്തിലേക്കാണ് നടന്ന് മുൻപോട്ട് പോകുന്നത്. ആ ഒരു ഹോളിസ്റ്റിക് വെൽനസിലേക്ക് സഭ നമ്മെ വിളിച്ചടുപ്പിക്കുമ്പോൾ എനിക്ക് സൗഖ്യം വേണ്ട എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മുടെ പെരുമാറ്റങ്ങളും ജീവിത രീതികളും ഒക്കെ നമ്മെ കൊണ്ടെത്തിക്കുന്നതെങ്കിൽ ഈ നോമ്പ് വ്യർത്ഥമായി തീരും. ഈ നോമ്പ് വ്യർത്ഥമായി തീരും. ആയതിലേക്ക് പ്രിയമുള്ളവരെ, സൗഖ്യത്തിന്റെ അടുക്കിലേക്ക് നടന്നു വരുവാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ. പലപ്പോഴും വിവിധ തരത്തിലുള്ള മനോഭാവങ്ങളാണല്ലോ നമുക്കുണ്ടാകുന്നത്. ഈ അടുത്തിടെ ഒരു പിതാവ് എൻ്റെ അടുക്കൽ അയാളുടെ മകനെ സംസാരിക്കുവാനായിട്ട്, എൻ്റെ സുഹൃത്താണ്, അയാൾ മകനെ എൻ്റെ അടുക്കൽ സംസാരിക്കാനായിട്ട് വന്നു. എന്നോട് പറഞ്ഞത്, അച്ഛാ, ഇവന് എന്നും എന്തെങ്കിലും സാധനങ്ങളുമൊക്കെ ഓൺലൈൻ വഴിയായിട്ട് പർച്ചേസ് നടത്തും. ഞാൻ ചോദിച്ചു, അതെന്ത് ഇത്ര വലിയ കുഴപ്പമാണോ? നമ്മൾ സാധാരണ എല്ലാവരും നടത്താറുണ്ടല്ലോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലെയുള്ള സൈറ്റുകളിൽ വഴി എല്ലാവരും സാധനങ്ങൾ കടയിൽ പോകാതെ ആകർഷകമായ വിലയിൽ ഓരോ സാധനങ്ങളൊക്കെ കിട്ടും. അച്ഛൻ ഇവനോടൊന്ന് സംസാരിക്കണം. കുറച്ചു നേരം അവനോട് സംസാരിച്ചു കഴിഞ്ഞ് അവൻ്റെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഞാൻ അവനോട് അവൻ്റെ ഫോൺ ചോദിച്ചു, അത് നോക്കി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് 38 പർച്ചേസിങ് സൈറ്റുകളുണ്ട് അവൻ്റെ ഫോണിൽ. എത്ര? 38 പർച്ചേസിങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ സാധ്യത രീതിയിലുള്ള സൈറ്റുകൾ, ആപ്ലിക്കേഷൻ അവൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്തിനാണ്? സാധാരണ നമുക്ക് 1 2 ഒക്കെ പോരാ, എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് അത് നമ്മുടെ വീട്ടിലെത്തും, വളരെ സൗകര്യമാണ്, കടയിൽ പോകണ്ട, അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ ആദായ വിലയ്ക്കൊക്കെ കിട്ടും. പക്ഷെ അവൻ പറഞ്ഞുണ്ട്, അച്ഛാ, ഇത് എനിക്കിപ്പോൾ ഒരു ലഹരിയായി മാറി. കാരണം ഒരു സാധനം ഓർഡർ ചെയ്ത് അത് വരുന്ന ദിനം വരെ എനിക്കൊരു കാത്തിരിപ്പുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഉടനെ അടുത്ത ചെയ്യും. വലിയ വിലയുടെ ചുരുക്കത്തിൽ എന്നും അയാളുടെ ഭവനത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനം ഡെലിവറി ചെയ്യാൻ ഒരു ഡെലിവറി ബോയ് അവിടെ വന്നിരിക്കും എന്നുള്ളതാണ്. ഇതൊരു വലിയ ലഹരിയായി അയാളുടെ ജീവിതത്തിൽ മാറി. ചുരുക്കത്തിൽ ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ ഓടുകയാണ്. അതാണ് അയാളുടെ ജീവിതത്തിന്റെ ആമോദം എന്ന് പറയുന്നത്. നമുക്കുമൊക്കെ ഉണ്ട് ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ ഓടുന്ന, ഒന്ന് ശരിയായില്ലെങ്കിൽ മറ്റൊന്ന്. സാധാരണ നമ്മുടെ ആത്മീയ വ്യാപാരത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. ചില ആളുകൾ പറയും, എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടായാൽ ഇന്ന പള്ളിയിൽ പോയാൽ മതി, ഉറപ്പായിട്ടും നടക്കും. നമ്മൾ വെച്ച് പിടിച്ച പള്ളിയിലേക്ക് പോകും. ഇനി അവിടെ ചെന്ന് കുറച്ച് ദിവസമൊക്കെ പ്രാർത്ഥിച്ച് നേരെ ശരിയായില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയും മറ്റടുത്ത് പോയാൽ മതി, ആലപ്പുഴ ചെന്നാൽ മതി. തീർച്ചയായിട്ടും ഇവിടെ നടന്നില്ല, പിന്നെ ഒരു രക്ഷയില്ല. നമ്മൾ വണ്ടി പിടിച്ച് അവിടെ പോകും. ഒരു കാശില്ലെങ്കിൽ ചിട്ടി പിടിച്ചാണെങ്കിൽ ഇവിടെ ചെല്ലും.
അവിടുന്ന് രക്ഷയില്ലെങ്കിൽ മൂന്നാമതെടുത്തോട്ടെ. ഈ ഓട്ടപ്രദക്ഷിണമാണ് നമ്മുടെ ജീവിതത്തിൽ അത്രേ. അതുകൊണ്ട് സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്ന, വെൽനെസ് നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ക്രിസ്തുവും അവന്റെ പരിസരവും ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ജീവിതമുണ്ട്. നമ്മൾ സാധാരണ നോമ്പിൽ പാടുന്ന ഒരു പാട്ട് ഇങ്ങനെയാണ്. കരുണക്കടലെ പാടുമ്പോൾ, വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി അല്ലേ, അവരൗഷധമൊന്നും ഞാൻ ചെയ്തിട്ടില്ലൊരു ഗുണവും എൻ വ്രണമോ കഠിനം. ആരെ പറ്റിയാണ് സൂചന? ക്രിസ്തു യായിറോസിന്റെ മകളെ സൗഖ്യമാക്കാൻ വീട്ടിലോട്ട് പോകുന്ന സന്ദർഭമാണ്. ക്രിസ്തു യായിറോസിന്റെ മകളെ സൗഖ്യമാക്കാൻ വീട്ടിലോട്ട് പോകുന്ന സന്ദർഭം. ആ സന്ദർഭത്തിലാണ് ഒരു സ്ത്രീ ആൾക്കൂട്ടത്തിനിടയിൽ വന്നവനെ തൊടുന്നത്. ആ സ്ത്രീയെ പറ്റിയുള്ള പരാമർശം 2 വാക്യങ്ങളിലായിട്ട് അവർ സൂചിപ്പിക്കുന്നുണ്ട്. മർക്കോസും പറയുന്നുണ്ട്, വിശുദ്ധ ലൂക്കോസും പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് ആ സൂചന പ്രത്യേകമായിട്ട് നൽകുന്നത്. എന്താണ് ആ പെൺകുട്ടിയുടെ പ്രശ്നം? 12 വർഷമായി അവളുടെ അസുഖം തുടങ്ങിയിട്ട്. എന്താണ്? 12 വർഷം. ഇപ്പോൾ അവളുടെ കാശൊന്നുമില്ല. കാരണം ഉള്ള കാശെല്ലാം ആർക്ക് കൊടുത്തു? പല വൈദ്യന്മാർക്കായി കൊടുത്തു. അവളുടെ ഭവനത്തിൽ വെച്ച് ചികിത്സ നടത്തി, ഒന്നിനു പിറകെ മറ്റൊന്നായി ഇങ്ങനെ പലതരത്തിലുള്ള ചികിത്സ നടത്തി. എല്ലാം നടത്തിയിട്ടും സൗഖ്യം ലഭിച്ചോ? ഇല്ല. എല്ലാം നടത്തിയിട്ടും അവളുടെ സ്വാസ്ഥ്യം അവൾക്ക് വീണ്ടും തിരികെ കിട്ടാനായിട്ട് സാധ്യമാകുന്നില്ല. അവൾ അസുഖത്തിൽ നിന്ന് മൂർച്ഛിച്ച് പോകുന്നേ ഉള്ളൂ. ചുരുക്കത്തിൽ എല്ലാ പണവും തീർന്ന് ഇന്ന് നാട്ടുകാരിൽ ഒരാളായി അവൾ അലയുകയാണ്. ആരുടെ പിന്നാലെ? ക്രിസ്തുവിന്റെ പിന്നാലെ. ക്രിസ്തുവിന്റെ പിന്നാലെ അവൾ അലയുകയാണ്. ഈ അലച്ചിലും ഈ ബാക്കിയുള്ള ഭാഗവും എത്തിയപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു കൗതുകം തോന്നി. അവൾ ക്രിസ്തുവിന്റെ വസ്ത്രാഗ്രത്തിൽ തൊട്ടു എന്നാണ് ചിലയിടത്ത് സൂചിപ്പിക്കുന്നത്. പക്ഷേ ലൂക്കോസ് എവങ്കലിസ്റ്റ് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലാണ് തൊട്ടത്. എവിടാ? അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ. ഈ തൊങ്ങലിനെ പറ്റിയുള്ള ഒരു അടയാളപ്പെടുത്തൽ പഴയ നിയമ പശ്ചാത്തലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് തൊങ്ങലിന്റെ പ്രത്യേകത? എന്താണ് വസ്ത്രത്തിൽ യഹൂദന്മാർ പാലിക്കേണ്ട മിതത്വവും ബോധവും എന്നുള്ളതാണ്. കാരണം ഒരു യഹൂദൻ അവന് ഇന്നർ കോട്ട്, അകക്കുപ്പായം ഉണ്ടാകണം, ഒരു ഔട്ടർ കോട്ട്, പുറം കുപ്പായമൊക്കെ ഉണ്ടാകണം എന്നുള്ള സൂചനയുണ്ട്. അങ്ങനെ പുറം കുപ്പായത്തിന്റെ ഒരു ഭാഗമാണ് ഈ തൊങ്ങൽ. തൊങ്ങലിനെ പറ്റിയുള്ള സൂചന നൽകുന്നത് സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 39-ാം വാക്യമാണ്. സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം. ആ വേദഭാഗം ഇങ്ങനെ നമുക്ക് വായിക്കാം: നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വിധം വ്യതിചലിച്ച് നടക്കാതിരിക്കേണ്ടതിനും ആ തൊങ്ങൽ ഒരു ജ്ഞാപകമായിരിക്കണം. ചുരുക്കത്തിൽ, നിങ്ങൾ നിങ്ങളുടെ കണ്ണിന് ഇഷ്ടമുള്ളതുപോലെ, നിങ്ങളുടെ ഹൃദയത്തിന് ഇഷ്ടമുള്ളതുപോലെ തോന്നിയ വഴി നടക്കാതിരിക്കുവാനായിട്ട് ഈ തൊങ്ങൽ എന്താകണം? ഒരു ജ്ഞാപകമായിരിക്കണം. ചുരുക്കത്തിൽ, ദൈവമാണ് നിങ്ങളെ നടത്തുന്നത് എന്നുള്ളൊരു ബോധം. ഈ പെൺകുട്ടിക്ക് കാലങ്ങൾക്ക് മുമ്പ് ഏറെ പണമുണ്ടായിരുന്നു. എൻ്റെ പണം കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. എൻ്റെ പണം കൊണ്ട് സൗഖ്യം നേടാമെന്നുള്ള ആർജവത്വം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവളുടെ കയ്യിൽ എന്തില്ല? പണമില്ല, നേടിയെടുക്കാനായിട്ട് ഒന്നുമില്ല, സൗഖ്യം പോലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ ജനക്കൂട്ടത്തിൽ ഒരാളായി അലഞ്ഞു നടന്ന് ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുന്നത്. അതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ദൈവമല്ലാതെ സൗഖ്യമാക്കാൻ ആരുമില്ല, വേറെ ആരുമില്ല എന്നുള്ളൊരു ബോധ്യം. ഇത് തന്നെയാണ് നോമ്പിൽ നാം പാടുന്നത്. പലരുടെ അടുക്കൽ ഞാൻ ഔഷധം പ്രാപിച്ചു, പക്ഷെ അതൊന്നും എന്നെ സൗഖ്യമാക്കിയില്ല. ദൈവമേ, നിന്റെ ഔഷധം മൂലം ഞാൻ സുഖമാക്കപ്പെടണമേ എന്നുള്ള വലിയ പ്രാർത്ഥന. ഈ നോമ്പിൽ ഒരു ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ടുള്ള ബോധം കൂടെ ഉണ്ടാകണം. അതിന് നാം ഓർക്കേണ്ടത് ഒന്നിനു പിന്നാലെ ഒന്നായി ഓടുക എന്നുള്ള ബോധ്യമല്ല, കൺസിസ്റ്റന്റ് ആയിട്ട്, നിരന്തരമായിട്ട് ഒരു തുടർ ബോധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ടാണ്. സാധാരണ ഖനികളിലേക്ക് പോകുന്നതിന് ഒരു രീതിയുണ്ട്. മേൽഭാഗം ചെത്തിപ്പോവുകയാണോ ഖനികളുടെ രീതി? ആഴത്തിലേക്ക് കുഴിക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് കൃത്യമായി വീണ്ടും വീണ്ടും ചെയ്ത് അത് ശീലങ്ങളുടെ ഭാഗമാക്കുക എന്നുള്ള ഒരു ബോധ്യമാണ്. അങ്ങനെയാണ് സ്വാസ്ഥ്യം ലഭിക്കുന്നതും. ഇവിടെ ഗേഹസിക്ക് സംഭവിച്ചത് അയാളുടെ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. അവയെ തിരിച്ച് വീണ്ടെടുക്കുവാനായിട്ടുള്ള ബോധ്യമാണ് ഈ വേദഭാഗവും നമ്മെ ഓർമ്മിപ്പിച്ചത്. അവസാനമായി ഒരു തരത്തിലുള്ള ജീവിതം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ പൂർത്തീകരിച്ചു കൊള്ളുവാൻ ആഗ്രഹിക്കട്ടെ. അവസാനമായി ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ കൃത്യമായി പറഞ്ഞാൽ 3-ാം വാക്യം. കല്യാണം മുതൽ നാം കാണുന്നതാണ്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അഭ്യസിപ്പിക്കുവാൻ കൂടിയാണ് ഈ വീര്യപ്രവർത്തികൾ ചെയ്യുന്നത്. മറ്റ് സുവിശേഷങ്ങളൊക്കെ അത്ഭുത പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ, മിറക്കിൾസ് എന്ന് പറയുമ്പോൾ, വിശുദ്ധ യോഹന്നാൻ അതിനെ സൈൻസ് അഥവാ അടയാളങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാരണം
ക്രിസ്തുവിൽ ഇവർ വിശ്വസിക്കപ്പെടുവാനായിട്ടുള്ള അടയാളങ്ങൾ. കാനാവിലെ കല്യാണ വിരുന്നിൽ അവന്റെ ആദ്യ അത്ഭുതം മുതൽ പുനരുത്ഥാനം വരെയുള്ള അവന്റെ വലിയ അത്ഭുതം വരെയുള്ള കാലങ്ങളിലെ ഓരോ അത്ഭുതങ്ങളും ക്രിസ്തു ശിഷ്യന്മാർക്ക് ഓരോ പാഠങ്ങളായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കുറെ ആളുകളൊക്കെ അവനിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ രക്തം കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ പലരും അവനിൽ നിന്ന് ചോപ്പ് ഔട്ടായി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ ക്രിസ്തു ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില ബോധങ്ങളുണ്ട്. അവർക്ക് തങ്ങളുടെ ഭാവം നഷ്ടപ്പെട്ടു പോകുന്നു, സ്വഭാവം നഷ്ടപ്പെട്ടു പോകുന്നു. അവൾ തങ്ങളുടെ ഗുരുവിനെ മറന്നു പോകുന്നു. അവർ തങ്ങളുടെ ഗുരുവിനെ മറന്നു പോകുന്നു. പ്രിയമുള്ളവരെ, 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഒരു സ്ത്രീയുടെ പുഞ്ചിരിയെ സ്നേഹത്തോടെ വരവേറ്റു. സുനിത വില്യംസിന്റെ, അവരുടെ കൂടെ സഞ്ചരിച്ച ബുഷ് വിൽമോറിന്റെ. അവർ വിദേശത്ത് അല്ലെങ്കിൽ ബഹിരാകാശത്തായിരുന്ന സമയത്ത് അവരുടെ രീതിയും രൂപവും നാം ശ്രദ്ധിച്ചതാണ്. സാധാരണ നമ്മൾ മാടി ഒതുക്കുന്ന നമ്മുടെ മുടികൾ പോലും എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എൻ്റെ മകൻ ചോദിച്ചു, അവരുടെ മുടി കണ്ടിട്ട് പള്ളിയിലിരിക്കുന്ന സാധനം പോലെ. ഞാൻ ഉദ്ദേശിച്ചു അരുളിക്കയാണ്, ഇങ്ങനെ എല്ലാ വശത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഇരിക്കുന്ന സാഹചര്യം. മാടി ഒതുക്കുന്ന സാധാരണ വസ്തു പോലും ഉയർന്നു നിൽക്കുന്നു. കാരണം എന്തില്ല? ഗുരുത്വമില്ല, ഭൂഗുരുത്വമില്ല. അതുകൊണ്ട് എല്ലാം ഉയർന്നു നിൽക്കുകയാണ്. ഇവിടെ ശിഷ്യന്മാർക്കും എന്ത് നഷ്ടപ്പെട്ടു പോകുന്നു? ഗുരുത്വം നഷ്ടപ്പെട്ടു പോകുന്നു. സാധാരണ നമ്മൾ വിളിക്കുന്ന ഒരു പദമുണ്ടല്ലോ, കുരുത്തം കെട്ടവനെ എന്ന്. ഈ ഗുരുത്വം നഷ്ടപ്പെട്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും തങ്ങളുടെ ഗുരുവിൽ നിന്ന് അകന്നു പോകുവാനായിട്ടുള്ള സാധ്യതകളാണ് അവിടെ തുറക്കപ്പെടുന്നത്. ആ ഒരു ബോധ്യത്തിലേക്കാണ് ശിഷ്യന്മാർ ഇറങ്ങി വരുന്നതും. അതുകൊണ്ടാണ് 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഇത്രയും കൂടെ നിന്നിട്ട് അവന്റെ ഒഴിഞ്ഞ കല്ലറയും കണ്ടിട്ട് എല്ലാം കണ്ടിട്ടും പത്രോസ്ലീഹ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. തുടർന്ന് കുറച്ചു പേരും കൂടെയുണ്ട്, അവരും പറയുന്നു, ഞങ്ങളും പോരുന്നു. എന്ത് ദുരന്തമാണല്ലേ! അവന്റെ കൂടെ ഉണ്ടുറങ്ങി അവന്റെ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി പഠിച്ച് അവന്റെ മറുരൂപത്തിൽ പങ്കാളികളായി, അവന്റെ പീഡാനുഭവത്തിന്റെ സാക്ഷികളായി, അവന്റെ പുനരുത്ഥാനത്തിന്റെ വക്താക്കളായി ഒക്കെ ജീവിച്ച മനുഷ്യർ ഇന്നെന്ത് പോകുന്നു? ഞങ്ങൾ പഴയതിലേക്ക് പോകുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. സുവിശേഷകന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, സെബദിപുത്രന്മാർ തങ്ങളുടെ അപ്പനെയും പടകിനെയും വലയും വിട്ട് അവനെ അനുഗമിച്ചവരാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ കമ്മിറ്റിയിലൊക്കെ പറയുന്ന പോലെ കോറമുണ്ട്. കാരണം പത്രോസ് ഇത് പറയുമ്പോൾ കൂടെ കുറച്ചു പേരാണ്. ഒന്ന് ദിദിമോസ് എന്ന് വിളിക്കുന്ന തോമസ്, സെബദിപുത്രന്മാർ 2 പേര്, നഥനയേല്, പേര് പറയാത്ത മറ്റു 2 ശിഷ്യന്മാർ. പത്രോസ് ഉൾപ്പെടെ 7 പേരും അവരുടെ ഉദ്യമത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ്. യൂദാ പോയല്ലോ, 11 പേരേ ഉള്ളൂ ഇപ്പൊ സംഘത്തിൽ. 11-ൽ 7 പേരും തങ്ങളുടെ ഗുരുത്വത്തിൽ നിന്നും മാറി സഞ്ചരിക്കുകയാണ്. ആ സഞ്ചാരമാണ് അവസാനമായി ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. സ്വഭാവം നഷ്ടപ്പെട്ടവരായി അവർ തീരുകയാണ്. എന്താണ് സ്വഭാവം നഷ്ടപ്പെട്ടവരായി? നാം എന്തായി ജീവിക്കണമെന്നുള്ള ചില ബോധ്യങ്ങളുണ്ടല്ലോ, എന്തായി ജീവിക്കണമെന്നുള്ള ബോധ്യങ്ങളുണ്ടല്ലോ, അവർ വീണ്ടും അതിലേക്ക് പുറപ്പെടുകയാണ്. കരയിൽ നിന്നുകൊണ്ട് മനുഷ്യരെ പിടിക്കേണ്ടവരായ മനുഷ്യർ അതാ വീണ്ടും പടകുമെടുത്ത് ജലത്തിലേക്ക് ഇറങ്ങുന്നു. പക്ഷേ അവിടെ സുവിശേഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ആ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. തിരികെ അവർ കരയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഗുരുവിനെ കരയിൽ കാണുന്നു. അവർ നിറഞ്ഞ വലയുമായി പിടിച്ചു വച്ചുകൊണ്ട് എവിടോട്ട് വരുന്നു? കരയിലേക്ക് വരുന്നു. അവരുടെ വലയൊന്നും പൊട്ടിയില്ല. വീണ്ടും തിരികെ അവർ ഗുരുത്വത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് പ്രിയമുള്ളവരെ കാണുന്നത്. ഈ ഗുരുവിൽ നിന്ന് അകന്നു പോകുന്ന ഓരോ സന്ദർഭത്തിലും ഈ കുരുത്തം കെട്ടവരെ പോലെ ഗുരുത്വാകർഷണം നഷ്ടപ്പെട്ടുള്ള ജീവിതം പലപ്പോഴും നാം നയിക്കുമ്പോൾ ഈ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് അതൊരു ശീലമാക്കുവാനായിട്ടാണ്. സാധാരണ പറയാറുണ്ട്, 21 ദിവസം ഒരു രീതി നമ്മൾ അനുഷ്ഠിച്ചാൽ അത് നമ്മുടെ ശീലത്തിന്റെ ഭാഗമാകും. എന്നാൽ നോമ്പിൽ 21 2 പ്രാവശ്യമുണ്ട്. 42-ലധികം ദിവസവും നാം നോമ്പെടുത്തിട്ടും ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാത്തത് എന്തേ? നമ്മുടെ ശീലങ്ങളുടെ ഭാഗമാകാത്തത് എന്തേ? സാധാരണ ഒരു ദുഃഖവെള്ളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോരാട്ടങ്ങളാണ്. എവിടെയാ? നമ്മുടെ പാത്രങ്ങളെല്ലാം നോമ്പിന്റെ അവസാന കാലഘട്ടമാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ശ്രേഷ്ഠമാക്കുവാൻ തക്കവണ്ണമുള്ള ബോധ്യത്തെയാണല്ലോ ഓർമ്മിപ്പിച്ചത്. നോമ്പിന്റെ അവസാനമാകുമ്പോൾ നമുക്ക് വളരെ വ്യഗ്രതയാണ്, വീണ്ടും പഴയതിലേക്ക് പോകുവാനായിട്ടുള്ള ആഗ്രഹം. നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ ആഹാരം മുതൽ എല്ലാം പഴയ ശീലത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ടുള്ള ക്രമീകരണം. ആ ഓട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നോമ്പിൽ ആർജിച്ചെടുത്ത അവന്റെ സ്വഭാവം കൂടി നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? കാരണം കാനാ മുതൽ നമ്മൾ വായിച്ചു കേൾക്കുന്നതാണ്,
വീഞ്ഞോട് കുഷ്ഠം, തളർവാദം തുടങ്ങിയ ഓരോ ദിവസത്തിലെ വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവൻ്റെ സ്വഭാവത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനായിട്ടാണ്. എങ്കിലും നോമ്പിൻ്റെ ഈ 50 ദിവസത്തെ ശീലം കഴിയുമ്പോൾ നമുക്ക് നോമ്പിൻ്റെ സ്വഭാവം കൈമോശം വരുന്നുണ്ടോ എന്നുള്ളത് ഒരു ആലോചനയ്ക്കും ചിന്തയ്ക്കും വിധേയമാക്കേണ്ടത് ഏറെ ആവശ്യമാണ്. വീണ്ടും പലപോലെ നമ്മുടെ ഭക്ഷണ രീതികളിലേക്കൊക്കെ മറിഞ്ഞു പോയാലും ജീവിതത്തിൻ്റെ തെറ്റായ പ്രവണതയിലേക്ക് വീണുപോകില്ല എന്നുള്ള ദൃഢനിശ്ചയം എടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. പ്രിയമുള്ളവരെ, വാക്കുകളെ ചുരുക്കുകയാണ്. 4 നഷ്ടപ്പെട്ട സംഗതികളിൽ നിന്ന് തിരിച്ചു കയറുക എന്നുള്ളതാണ് ഈ നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് ഈ ദിവസം പങ്കുവെച്ചത്. ഒന്നാമതായി ഓർമ്മിപ്പിച്ചത് ലോത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണല്ലോ. ലോത്തിന്റെ കുടുംബം ഓർമ്മിപ്പിച്ചത് സ്വരൂപം നഷ്ടപ്പെട്ട സാഹചര്യമാണ്. തങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള മിഥ്യാബോധയിൽ എല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ള അയാളുടെ ഇടുങ്ങിയ വാതായനങ്ങൾ കൊണ്ടുള്ള ജീവിത സാഹചര്യം വരുത്തിയ വിന അതിനെ തിരികെ എടുക്കുവാൻ തക്കവണ്ണം സ്വരൂപത്തെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. രണ്ടാമതായി ഓർമ്മിപ്പിച്ചത് ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയതാണല്ലോ. യഹോവയെ ആരാധിക്കപ്പെടേണ്ട ജനം യഹോവയിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ച കാണുമ്പോൾ അവരുടെ സ്വത്വമാണ് നഷ്ടപ്പെട്ടു പോയതായി കാണുന്നത്. അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോയതായി കാണുന്നു. അതിനെ തിരികെ എടുക്കുവാൻ തക്കവണ്ണം തീർച്ചയായിട്ടും ദൈവത്തെ ആരാധിക്കുന്ന, കപടതയില്ലാതെ ആരാധിക്കുന്ന ഒരു സമൂഹമായി നാം മാറ്റപ്പെടേണ്ടത് ഏറെ ആവശ്യമാണ്. മൂന്നാമതായി ഓർമ്മിപ്പിച്ചത് ഗേഹസിയുടെ ജീവിതമാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം. ഗേഹസിയുടെ ജീവിതം ഓർമ്മിപ്പിച്ചത് സമഗ്രമായ ഒരു സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട ജീവിതത്തെ പറ്റിയാണ്, ആരോഗ്യം നഷ്ടപ്പെട്ട ജീവിതത്തെ പറ്റിയാണ്. ഈ നോമ്പിൽ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവമേ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാസ്ഥ്യത്തെ നേടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. നാലാമതായും അവസാനമായി ഓർമ്മിപ്പിച്ചത് നഷ്ടപ്പെട്ടു പോയ സ്വഭാവത്തെ തിരികെ പിടിക്കുവാനായിട്ടാണ്. നഷ്ടപ്പെട്ടു പോയ സ്വഭാവത്തെ തിരികെ പിടിക്കുക എളുപ്പമല്ല. അതിന് ഗുരുവുമായി ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു വലിയ ബോധമാണ്. ആ ബോധത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകട്ടെ. ഓട്ട മത്സരങ്ങൾ പല രീതിയിലും നാം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറു പതിപ്പാണ് നാരങ്ങ സ്പൂണിൽ വെച്ചുകൊണ്ടുള്ള ഓട്ടം, അല്ലെ? ലെമണൻ സ്പൂൺ എന്ന് സാധാരണ നമ്മൾ പറയും. ലക്ഷ്യസ്ഥാനത്ത് വേഗം ഓടിച്ചെന്നാൽ പോരാ, കയ്യിൽ എന്തുകൂടി വേണം? നാരങ്ങ കൂടി വേണം. ആയതുകൊണ്ട് സ്വാവച്ചാരംഭിച്ച ഈ 4 കാര്യങ്ങൾ, സ്വരൂപം, സ്വത്വം, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ഒക്കെ തിരികെ പിടിക്കുവാനായിട്ടുള്ള ഒരു ബോധ്യത്തിലേക്ക് ഈ നോമ്പുകാലം നമ്മെ എത്തിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്ഷണിച്ച ആദരണീയരായ വൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടെയും ഗ്രിഗോറിയൻ TV-യിലൂടെ ഇത് വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള ആദരവ് അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.